ശ്രീമദ് ഭാഗവത മഹാഗ്രന്ഥത്തെ പുരസ്കരിച്ചുകൊണ്ട് കപിലോപദേശം എന്ന് പറയുന്ന വലിയൊരു വേദാന്ത ദർശനത്തെയാണ് നമ്മൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കപിലാവതാരം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനു മുൻപ് ഭാഗവതം എന്ന് പറയുന്ന സാക്ഷാൽ പ്രത്യക്ഷ കൃഷ്ണനെ നമസ്കരിക്കട്ടെ. നമ്മൾ ആദ്യം അഷ്ടാദശ പുരാണങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. വിൽപ്പത്തി അനുസരിച്ച് തന്നെ ഭാഗവതത്തിന് 3 തരത്തിൽ അർത്ഥങ്ങൾ പറയാറുണ്ട്. ഒന്ന്, ഭഗവതഃ ഇദം ഭാഗവതം എന്ന് പറയാറുണ്ട്. യാതൊന്ന് ഭഗവാന്റേതാണോ അത് ഭാഗവതം. എല്ലാം ഭഗവാന്റെ ആണല്ലോ. അപ്പോൾ ആ ഒരു ഭാവം നമ്മളിലേക്ക് ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ ഒരു വാക്കുകൊണ്ട്. ഏതൊക്കെ ഭഗവാന്റേതായിട്ട് ഇവിടെ ഉണ്ടോ അതൊക്കെ ഭാഗവതമാണ് എന്ന് ഒരർത്ഥം. രണ്ടാമത് പറയും, യാതൊരു ശാസ്ത്രം ഭഗവത് സ്വരൂപം കാണിച്ചു തരുന്നുണ്ടോ അതൊക്കെ ഭാഗവതാണ്. നമുക്ക് അനവധി ആധ്യാത്മിക ഗ്രന്ഥങ്ങളുണ്ട്. അവയുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം നമ്മളെ ഈശ്വരനെ കാണിച്ചു തരിക, ഈശ്വര ദർശനം ഉണ്ടാക്കുക, സാക്ഷാത്കാരം നേടിത്തരുക ഒക്കെയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഭാഗവതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ഭാഗവതം. മൂന്നാമത്തെ അർത്ഥം പറയുകയാണെങ്കിൽ ഭഗവതഃ അയം ഭാഗവതഃ. ഏതൊരു വ്യക്തിയാണോ ഭഗവാന്റേതായിട്ട് തീരുന്നത് അതും ഭാഗവതാണ്. നമ്മളൊക്കെ ഭഗവാന്റെയാണ്, നമ്മളൊക്കെ ഭാഗവതവുമാണ് എന്നുള്ളതാണ്. പല പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും ഭഗവാൻ നമ്മളെ ഭഗവാന്റേതാക്കി മാറ്റുകയാണ് അല്ലേ. സ്തുതിപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളും ഭാഗവതത്തിലെ കഥകളും ഒക്കെ കഥിക്കുന്ന സന്ദേശം എന്താണ്? ഭഗവാൻ ഭക്തനെ തൻ്റെ അടുത്തേക്ക് ആകർഷിക്കുന്നതാണ്. അപ്പം അതൊക്കെ ഭാഗവതമാണ് എന്നാണ് പറയുക. ഭഗവാന്റെ തൽസ്വരൂപമാണ് നമ്മളൊക്കെ തന്നെ എങ്കിൽ പോലും നമുക്കും ഭഗവാനും ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് അല്ലേ. നമുക്കും ഭഗവാനും മധ്യേ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു തടസ്സമുണ്ട് നമുക്ക് ഭഗവാനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ആധ്യാത്മിക ആചാര്യന്മാരൊക്കെ അതിനെ സംസാരസാഗരം എന്ന് പറയും അല്ലേ. ഈ സംസാരസാഗരം, ഈ സമുദ്രം, പ്രാരബ്ധങ്ങളാകുന്ന ഈ സമുദ്രത്തെ തരണം ചെയ്യാൻ നമുക്ക് എന്ത് വേണം? നല്ലൊരു തോണിയും തോണിക്കാരനും വേണം അല്ലേ. അങ്ങനെ നല്ലൊരു തരണിയാണ്, അങ്ങനെ നല്ലൊരു തോണിയാണ് നമ്മളെ മറുകരയിൽ എത്തിക്കുന്ന ഒരു തോണിയാണ് എന്ത്? ശ്രീമദ് ഭാഗവതം എന്ന് പറയണത്. ഇപ്പോൾ നമ്മൾ പുഴയുടെ മറുകരയിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു തോണിയെ ആശ്രയിച്ചു എന്നിരിക്കുക വ്യാവഹാരികമായിട്ടുള്ള ജീവിതത്തിൽ. ആ തോണി ദൃഢമായിരുന്നാൽ മാത്രമേ നമ്മളെ മറുകരയിൽ എത്തിക്കുള്ളൂ. അതിൽ വല്ല ഹോളുണ്ടെങ്കിലോ, അതിലൊരു ദ്വാരമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വെള്ളം കയറി നമ്മൾ പുഴയിലോ കടലിലോ മുങ്ങും അല്ലേ. മറുകരയിൽ എത്തിക്കുന്നതിന് പകരം തോണി നമ്മളെ അടുത്ത കരയിലേക്ക് എത്തിക്കുന്നതിന് പകരം നമ്മളെ മുക്കിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഭാഗവത തോണി എന്ന് പറയുന്നത് വളരെ ദൃഢമാണ്, ശ്രേഷ്ഠമാണ്. അങ്ങനെയൊരു തോണിയെ ആശ്രയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സാധാരണ സാഗരമല്ല, സംസാരസാഗരത്തെ ജയിക്കാനായിട്ടും അതിൻ്റെ മറുകരയിലെത്തി ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഭാഗവതത്തിനെ സമീപിക്കാവൂ. അത്രയും വിനയത്തോടു കൂടിയേ നമ്മൾ ഭാഗവതത്തെ സമീപിക്കാവൂ എന്നാണ് പറയണത്. ഭാഗവതത്തിന് ഭാഷ്യം രചിച്ച ശ്രീധരാചാര്യസ്വാമികൾ എന്താണ് പറയുന്നത്? അദ്ദേഹം വളരെ വിനയാന്യുതനായിട്ട്, ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠൻ, പണ്ഡിതരിൽ പണ്ഡിതനായിട്ടുള്ള അദ്ദേഹം ഭാഗവത ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഭാഷ്യം രചിക്കുന്നതിന് മുമ്പ്, കാഹം മന്ദമതിക ഇതം മന്ഥനം ക്ഷീരവാരിധേ എന്നാണ് പറയണത്. ഞാൻ എവിടെ കിടക്കുന്നു? അല്പബുദ്ധിയായ ഞാൻ എവിടെ ഇരിക്കുന്നു? പാൽക്കടലാകുന്ന ഭാഗവത മഥനം എവിടെ ഇരിക്കുന്നു? നോക്കൂ. അപ്പം അത്രയും വിനയം. ഒരു കുട്ടിയെ പോലെ ഭാഗവത തോണിയുടെ അടുക്ക് വിനയത്തോടുകൂടി ഇരിക്കാൻ സാധിക്കുന്നൊരവസ്ഥയിലേക്ക് പരിവർത്തനപ്പെട്ടിരിക്കുന്നു ആചാര്യ പരമ്പര, ഋഷി പരമ്പര. ആ ഋഷി പരമ്പരയാണ് നമുക്ക് ഭാഗവത അമൃതത്തെ ഇങ്ങനെ പരമ്പരയായിട്ട് ഉപദേശിച്ച് തന്നിട്ടുള്ളത്. ഇപ്പം നമുക്കൊരു മഹത്തായ ഒരു അവസരം വന്നിരിക്കുകയാണ് ആ ഭാഗവതത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും സാധാരണ ഒരു സുഭാഷിതം പറയാറുണ്ട്, ധനഞ്ജയേ ഹാടക സംപരീക്ഷ മഹാരണേ ശസ്ത്രഭൃതാം പരീക്ഷ വിപത്തികാലേ ഗൃഹിണീ പരീക്ഷ വിദ്യാവതം ഭാഗവതേ പരീക്ഷ എന്ന് പറയാറുണ്ട്.
സ്വർണത്തിന് നമ്മൾ എങ്ങനെയാ, സ്വർണ്ണമാണോ, ശുദ്ധമായ സ്വർണ്ണമാണോ എന്ന് ടെസ്റ്റ് ചെയ്യണത് എങ്ങനെയാ? അഗ്നി പരീക്ഷ നടത്തിയിട്ടല്ലേ. അഗ്നിയിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശുദ്ധിയെ പരീക്ഷിക്കാൻ സാധിക്കും. അതിന് അങ്ങനെ ഒരു പരീക്ഷണം കൊടുത്തിരിക്കുന്നു. ഇനി മഹാരണേ ശസ്ത്രഭൃതാം പരീക്ഷ. ഒരു ക്ഷത്രിയൻ്റെ, ഒരു രാജാവിൻ്റെ ശൗര്യം എവിടെയാണ് പരീക്ഷിക്കുന്നത്? ഒരു യുദ്ധക്ഷേത്രത്തിൽ, കുരുക്ഷേത്രം പോലെയുള്ള ഒരു യുദ്ധഭൂമിയിൽ അവൻ എത്രമാത്രം ശൗര്യമുണ്ട്, എത്രമാത്രം വീര്യമുണ്ട് എന്ന് പരീക്ഷിക്കാനായിട്ട് സാധിക്കും. യുദ്ധഭൂമിയിൽ അത് ചെയ്യാം. വിപത്തികാലേ ഗൃഹിണീ പരീക്ഷ. ഒരു സ്ത്രീയുടെ പാതിവൃത്യധർമ്മം എവിടെയാ പരീക്ഷിക്കുക? ധാരാളം കഥകൾ ഭാഗവതത്തിലുണ്ട് അല്ലേ. സത്യവാൻ സാവിത്രിയുടെ കഥ നമുക്കറിയാം. ഇതിൽ തന്നെ സുകന്യാചരിതത്തിലെ കഥ നമുക്കറിയാം. അവിടെയൊക്കെ പതിവ്രതകളെ, സീതയെ അഗ്നിശുദ്ധി ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആപത്ത് കാലത്താണ് അവർക്ക് ശുദ്ധിയുണ്ടോ? അവർ ഭർത്താവിനെ, പതിയെ വ്രതമായി ആചരിക്കുന്നവളാണ് പതിവ്രത എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ അങ്ങനെയുള്ള കുലസ്ത്രീകൾക്ക് സംഭവിക്കാറുണ്ട്. ഇനിയോ വിദ്വാൻമാരുടെ മാറ്റുരയ്ക്കപ്പെടുന്നത് എവിടെയാണ്? ഇവൻ വിദ്വാനാണോ എന്ന് തെളിയിക്കുന്നത് എവിടെയാണ്? ഭാഗവതത്തെ അവനെ എങ്ങനെ വിവേചിച്ചറിയുന്നു എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് അവന് ഇതിന് ഇത്ര ഗ്രാഹ്യമുണ്ട് എന്ന് നിശ്ചയിക്കുന്നത് തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. സകല കലകളുടെയും, വേദാന്തത്തിൻ്റെയും, സകല ശാസ്ത്രങ്ങളുടെയും, സകല പരീക്ഷണ നിരീക്ഷണങ്ങളുടെയും ഒരു കേദാരമാണ് നമ്മളുടെ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തെ പുരസ്കരിച്ചുകൊണ്ട് നമുക്ക് കപിലോപദേശത്തിലേക്ക് പ്രവേശിക്കാം. തൃതീയ സ്കന്ധത്തിൽ തൊട്ട് ഭാഗവതം ലക്ഷണങ്ങൾ തുടങ്ങും അല്ലേ. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമുദയ മന്വന്തരേ ഈശാനുകഥ നിരോധോ മുക്തിരാശ്രയ എന്ന് പറയുന്ന ലക്ഷണങ്ങളിൽ ആദ്യ 3-ാമത്തെ സ്കന്ധം തൊട്ടിട്ടാണ് ലക്ഷണങ്ങൾ. സർഗം എന്ന് പറയുന്ന ലക്ഷണത്തോടു കൂടി തുടങ്ങുന്ന ഭാഗവതം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കപിലാവതാരവും സാക്ഷാൽ ശ്രീ കപില മഹർഷി തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് നൽകുന്ന ഉപദേശവും എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മളുടെയൊക്കെ ചിന്തയനുസരിച്ച് മുതിർന്ന ആരെങ്കിലും, നമ്മളെ ഗുരുസ്ഥാനീയരായ ആളുകൾ, അല്ലെങ്കിൽ നമ്മളുടെ അമ്മ, നമ്മളുടെ അച്ഛൻ, ആ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് നമ്മളെ ഉപദേശിക്കാറ്. നമ്മൾ ഉപദേശം സ്വീകരിക്കാറേ ഉള്ളൂ, അവർ ഉപദേശിക്കും അല്ലേ. വയസ്സിന് മുതിർന്നവരാണ്, അനുഭവസ്ഥരാണ് നമ്മളെ ഉപദേശിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് അല്ലേ. സ്വന്തം പുത്രൻ സ്വന്തം അമ്മയ്ക്ക് വെറുതെ ലൗകിക ജീവിതത്തിൽ, ഒരു വ്യാവഹാരിക ജീവിതത്തിൽ നൽകുന്ന ഉപദേശമല്ല, മറിച്ച് ഈ സംസാരസാഗരത്തിൽ നിന്ന്, സകല ബന്ധനങ്ങളിൽ നിന്നും മുക്തമാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശമാണ് കൊടുക്കുന്നത്. സത്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നതാണ് മുതിർന്നവരാണ് നമ്മളെ ഉപദേശിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഗുരുവും ശിഷ്യനും തമ്മിലുള്ളൊരു ബന്ധമാണ്. കപിലവാസുദേവനും ദേവഹൂതിയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്ന ഗുരു ശിഷ്യ ബന്ധമാണ്. കുറച്ച് കഴിഞ്ഞാൽ അതുമില്ല. നമ്മൾ ചിന്തിക്കുന്ന ലൗകിക ബന്ധങ്ങൾക്കൊന്നും ഇവിടെ ഒരു സ്ഥാനമില്ല. അമ്മ മകൻ അങ്ങനെയൊന്നുമല്ല, ഗുരു ശിഷ്യനുമാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടുമില്ല, അദ്വൈതം എന്ന് പറയുന്ന മഹത്തരമായ ആശയത്തിലേക്ക് ഭാഗവതം നമ്മളെ കൊണ്ടുചെന്ന് നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ദേവഹൂതിക്ക് ഒരു ഇന്ദ്രിയ വൈരാഗ്യം വന്നു. കർദമൻ വീണ്ടും തപസ്സിനായിട്ട് പോകുന്നു എന്ന് പറയുന്നിടത്താണ് കഴിഞ്ഞ പ്രഭാഷണം എത്തി നിൽക്കുന്നത്. പകരം ദേവഹൂതിക്ക് ഈ സംസാരത്തിൽ നിന്ന് മോചിക്കാനായിട്ട് ഒരു അമൃതത്തെ നൽകിയിട്ടാണ് കർദമൻ തപസ്സിന് പോയിട്ടുള്ളത്. പക്ഷെ അമൃത് വീട്ടിലുണ്ടായതുകൊണ്ട് കാര്യമില്ല. അത് ഭുജിക്കണമെങ്കിൽ, അതിന് അർഹതപ്പെടണമെങ്കിൽ ഒരു ഇന്ദ്രിയ വൈരാഗ്യമൊക്കെ അനുഭവപ്പെടണം. ഈ പ്രാപഞ്ചിക വിരക്തി എന്ന് പറയുന്ന ഒരു സംഗതിയൊക്കെ നമുക്ക് അനുഭവപ്പെടണം. ദേവഹൂതിക്ക് അത് ഉണ്ടായി എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഭക്തിയിലും ശ്രദ്ധയിലുമുള്ളൊരു കുട്ടിയായിരുന്നു ദേവഹൂതി. രാജകുമാരിയുടെ സകല സുഖഭോഗങ്ങളും അനുഭവിച്ച ശേഷം ഒരു താപസിയെ തൻ്റെ ഭർത്താവായിട്ട് അംഗീകരിക്കുവാൻ മനസ്സ് കാണിച്ചു. ആ താപസിനെ ശുശ്രൂഷിച്ചു. അവരിൽ നിന്ന് സന്താനലബ്ധി ഉണ്ടായി. ഒരു ഗൃഹസ്ഥാശ്രമത്തെ അന്വർത്ഥമാക്കുന്ന ഒരു തപസ്, ഭർത്താവിനോടുള്ള ഭക്തി, പുത്രനോടുള്ള വാത്സല്യം, ഗൃഹസ്ഥാശ്രമത്തിലുള്ള ഉത്തരവാദിത്വം, ഇതൊക്കെ ദേവഹൂതിയെ ശ്രേഷ്ഠയാക്കി മാറ്റിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രാപഞ്ചിക വിഷയങ്ങളിലൊന്നും ധാരാളം ആളുകളുണ്ട് അവരെ സേവിക്കാൻ വേണ്ടി, ധാരാളം തോഴികളുണ്ട് അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി. എങ്ങനെയൊക്കെ അണിയിച്ചൊരുക്കാം, ഒരു രാജകുമാരിയെ പോലെ, ഒരു രാജമാതാവിനെ പോലെയൊക്കെ കൊണ്ടു നടക്കാൻ ധാരാളം ആളുകൾ ഉണ്ടായിട്ടും ദേവഹൂതി അതിലൊന്നും ശ്രദ്ധ വയ്ക്കാതെ തനിക്ക് തൻ്റെ തപസ്വിയായിട്ടുള്ള ഭർത്താവ് തന്നിട്ടുള്ള അമൃതത്തെ സർവദാ സ്വീകരിക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുന്നൊരവസ്ഥയിൽ ഇതിൽ നിന്നൊക്കെ ഒരു വിരക്തി വന്ന് തൻ്റെ പുത്രനിൽ പരിപൂർണ സമർപ്പണം ചെയ്ത് അങ്ങനെക്ക് ഈ സംസാരത്തിൽ നിന്ന് മോചിക്കുവാനുള്ള
മാർഗം പറഞ്ഞു തരണേ എന്ന് പറയുന്ന ശരണാഗതി പ്രാപിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കപിലോപദേശം തുടങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ കപില ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. 3-ാം സ്കന്ധം 25-ാം അധ്യായം 7-ാം ശ്ലോകത്തിൽ നിർവിണ്ണാം നിതരാം ഭൂമൻ അസതിന്ദ്രിയ ദർശനാത് യേന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭോ. ദേവഹൂതി ആദ്യം തന്നെ പറയുന്നത് അസതിന്ദ്രിയ ദർശനാത് എന്നാണ്. അസത്തുക്കളായ ഇന്ദ്രിയങ്ങൾ. നമുക്കങ്ങനെ പറയാൻ സാധിക്കുമോ? നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മളെ പല ലൗകിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മളെ രസിപ്പിക്കുന്നവയാണ് എന്നാണ് നമ്മൾ ഇപ്പോഴും വിചാരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ ദേവഹൂതി പറയുന്നത് അസത്തുക്കളാണ് ഈ ഇന്ദ്രിയങ്ങൾ എന്നാണ്. വഞ്ചകരായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ ചതിയിലായിരുന്നു ഞാൻ ഇത്രയും കാലം. എന്നെ സംസാരവുമായി ബന്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഏതോ ഒരു ബന്ധനത്തിലാണ് ഞാൻ ഇത്രയും കാലം. എന്നെ അതിൽ നിന്നും രക്ഷിക്കണേ, ഈ അന്ധകാരത്തിൽ നിന്നും ഈ അജ്ഞതയിൽ നിന്നും എന്നെ ദയവ് ചെയ്ത് അങ്ങ് മോചിപ്പിച്ചാലും എന്നാണ് ആദ്യത്തെ പ്രാർത്ഥന. അപ്പം നമ്മൾ സത്തും അസത്തും നമ്മൾ പറയാറുണ്ടല്ലേ. സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മവസ്തു തന്നെയാണ്, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, നമ്മളാകുന്ന ജീവാത്മാവ് തന്നെയാണ് സത്ത്. പക്ഷേ സത്തിരിക്കുന്ന ഈ ജഡശരീരം, അതിൽ പ്രാവർത്തികമാകുന്ന ഇന്ദ്രിയങ്ങൾ നമ്മളെ സദാ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഭൗതിക ലോകത്ത് നമ്മളെ ബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഒരു മഹാത്മാവ് ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് കേട്ടു, നമ്മൾ ഒരാളല്ല കേട്ടോ, നമ്മൾ ഒരാളല്ലാത്രേ 15 പേരാന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ നമ്മൾ ഒരാളേ ഉള്ളൂ, പക്ഷെ നമ്മൾ 15 ആൾക്കാരാ അല്ലേ. ഒരാൾ ഇത്ര ആളുടെ ബലം വരുന്നൊക്കെ നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയാറില്ലേ, അതുപോലെ നമ്മൾ 15 പേരാണെന്ന് പറഞ്ഞു. ഏതൊക്കെയായി 15 ആളുകൾ? നമ്മളാകുന്ന 15 പേര്: കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയിട്ടുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇപ്പം തന്നെ 5 പേരുണ്ട് നമുക്ക് ഉറപ്പായി അല്ലേ. ഇനി നമ്മളുടെ വാക്കുകൾ, നമ്മളെ 2 കൈകൾ, കാലുകൾ, പായു ഉപസ്ഥം 2 വിസർജനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പം അടുത്ത 5 പേരായി, 10 പേരായി. ഇനി അടുത്ത 5 എന്ന് പറയുന്നത് നമ്മൾ ഈ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അന്നമയ ശരീരം, അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം, ഇങ്ങനെ 5 പഞ്ചകോശങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും കൂടി 15 പേര്. നമ്മൾ ഒരാളല്ല, നമ്മൾ നിസ്സാരക്കാരല്ല എന്നർത്ഥം. ഒരു ഇന്ദ്രിയത്തിൻ്റെ ചെയ്തിയിൽ നിന്ന് തന്നെ വിടുവിക്കാൻ പെടാപ്പാടുപെടുന്ന ഈ സന്ദർഭത്തിൽ 15 പേരെ ജയിക്കാൻ എത്രമാത്രം കഷ്ടമുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. അതിനെന്താണ് പോംവഴി എന്ന് ആലോചിക്കാനാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഈ 15 പേരെ എങ്ങനെ ജയിക്കാൻ സാധിക്കും? ഒരമ്മയ്ക്ക് 15 മക്കളുണ്ടെങ്കിൽ ഈ 15 എണ്ണത്തിനെയും കൊണ്ട് പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും? ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങി നോക്കുക. അവിടെ റോട്ടിലേക്ക് ഇറങ്ങി നോക്കിയാൽ എന്താ സംഭവിക്കുക? ഒന്ന് ഓടും, ഒന്ന് ചാടും, ഒന്ന് മറിയും, ഒന്നിനെയും കിട്ടില്ല. ഒരു 5 എണ്ണത്തിനെ എന്തെങ്കിലും പറഞ്ഞാൽ അടക്കി വെക്കുമ്പോഴത്തേക്ക് അടുത്ത 5 എണ്ണം പുറത്ത് പോയിട്ടുണ്ടാവും, വേറെ 5 എണ്ണത്തിനെ കാണാനേ ഉണ്ടാവില്ല. ഇങ്ങനെ ഈ അമ്മയുടെ ബലത്തിൽ അതൊക്കെ കളിക്കണതും, ഈ അമ്മയുടെ ബലത്തിലാണ് ഇവരൊക്കെ. അമ്മ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഓടണതും ചാടുന്നതും മറിയുന്നതും ഒക്കെ അമ്മയുടെ ബലത്തിലാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാലേ ഇത് അറിയുള്ളൂ. അറിയാൻ വളരെ നേരം വേണം. അപ്പോൾ അമ്മയ്ക്ക് വിളിച്ച് 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 മത്തിയായി ഇവരെ. അമ്മ ഒരു ഭാഗത്തിരിക്കുക, എല്ലാം വേണമെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞ്. അമ്മ മനസ്സ് അങ്ങനെയൊന്നും അടങ്ങിയിരിക്കില്ല, തിരഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ വേണമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും. അവിടെ ഇരിക്കുമ്പോഴാണ് കുറേ പേര് ചാടിയും മറിഞ്ഞൊക്കെ മതിയായി കഴിഞ്ഞാൽ പിന്നെ അമ്മ എവിടെയെന്ന് അന്വേഷിക്കുന്നുണ്ടാവും എല്ലാവരും അല്ലേ. അവരെല്ലാവരും അമ്മയുടെ അടുത്തെടുത്തു. കാരണം ഇതിൻ്റെ പ്രബലതയിലാണ് ഈ കളിക്കുന്നത് മുഴുവൻ. അതുപോലെ ഈ ആത്മാംശത്തിൻ്റെ ഫലത്തിലാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുന്നതും വിഷയങ്ങളിലേക്കും എവിടേക്ക് വേണമെങ്കിലും പോകുന്നതും ഇതിൻ്റെയൊക്കെ ഒരു ബലത്തിലാണ്. പക്ഷെ ആ തിരിച്ചറിവ് വരാൻ സമയമെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബന്ധത്തെ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ഇന്ദ്രിയ വൈരാഗ്യം വരണമെങ്കിൽ ഈ ഇന്ദ്രിയങ്ങൾ സദാ വിഷയങ്ങളിലാണ്. ആ ശ്രദ്ധ മാറ്റിവെച്ച് നമ്മൾ അതിനെ ആധ്യാത്മിക സാധനയുമായിട്ട് പതുക്കെ 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 ബന്ധപ്പെടുത്തി വെക്കണം. ഇതിൽ ആധ്യാത്മയോഗവും ആധ്യാത്മ സാധനയെ കാര്യങ്ങളെക്കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ശ്രദ്ധ വെക്കണം. പെട്ടെന്നൊന്നും നടക്കില്ല.
ഇപ്പം ചിലർക്കൊക്കെ തോന്നും, ഓ എനിക്ക് ഇന്ദ്രിയങ്ങളുടെ വിരക്തിയൊക്കെ സംഭവിച്ചു, ഇനി ഞാൻ കുറച്ച് ആധ്യാത്മികതയിലേക്ക് തിരിയാം, ഞാൻ കുറച്ച് ഹിമാലയത്തിലേക്കൊക്കെ പോകാം, ഞാൻ ക്ഷേത്ര ദർശനം ചെയ്യാൻ, എനിക്കെല്ലാത്തിലും വിരക്തി വന്നു എന്നൊക്കെ വിചാരിക്കും നമ്മൾ. പക്ഷേ സന്ദർഭം വരുന്ന സമയത്ത് ഈ വഞ്ചകരായ ഇന്ദ്രിയങ്ങൾ ഓരോന്നായിട്ട് തലപൊക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അനുഭവസ്ഥരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെയും. അപ്പം നമുക്ക് തോന്നലാണ് അത് മായയുടെ വേറെ വഞ്ചന. മായ നമ്മളെ എങ്ങനെയൊക്കെയാണ് വഞ്ചിക്കുക നമുക്കറിയില്ല. ഞങ്ങളുടെ അടുത്ത ഒരാൾ, അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്, അവിടെ എല്ലാ വെള്ളിയാഴ്ചയും ലളിതാ സഹസ്രനാമം ചൊല്ലും. അപ്പോൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്ന ഒരാളെ കാണാനില്ല കുറച്ച് ദിവസത്തേക്ക്. പിന്നെ പെട്ടെന്നൊരു ദിവസം ഒരു വെള്ളിയാഴ്ച അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. എല്ലാവർക്കും മധുര പലഹാരം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് വിശേഷം, പിറന്നാളോ മറ്റേ ആയിരിക്കുമോ, അല്ലെങ്കിൽ വിവാഹ വാർഷികം എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാറൊന്ന് കൊക്കയിലേക്ക് മറിഞ്ഞു. അപ്പോൾ അതുതന്നെ ലഡ്ഡു വിതരണം. അപ്പോൾ അവിടെയുള്ള ഒരാൾ ചോദിക്കണു, ഇയാൾക്ക് എന്താണ് ഭ്രാന്തുണ്ടോ, ലഡ്ഡു വിതരണം ചെയ്യാൻ കാറ് പോയി എന്ന് പറഞ്ഞ ആരെങ്കിലും, നമ്മളുടെ ഒരു പൊരുൾ നഷ്ടപ്പെട്ടാൽ നമ്മൾ ആ ദുഃഖത്തിലിരിക്കുമോ ലഡ്ഡു കൊടുക്കുമോ? ദുഃഖത്തിലിരിക്കുമല്ലേ. പക്ഷേ ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പോയില്ലല്ലോ, വിലമതിക്കുന്നൊരു വസ്തുവല്ലേ പോയുള്ളൂ, വിലമതിക്കാനാവാത്ത ഞാനിവിടെ ഉണ്ടല്ലോ, എൻ്റെ പലതിനും വില കൊടുത്താൽ പോലും കിട്ടില്ല അല്ലേ. പലതും മാറ്റിവെക്കാം, ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്നല്ലാതെ ചിലപ്പോൾ ഒരു പക്ഷേ അത് ചെയ്താൽ കൂടി നന്നാവില്ല. അപ്പോൾ വിലമതിക്കാനാവാത്ത വസ്തു നഷ്ടപ്പെട്ടില്ല. നമ്മൾ സ്വരൂപം തന്നെ നഷ്ടപ്പെടുത്തിയിട്ടാണ് കാറ് പോയതിന് ഇദ്ദേഹം മധുര പലഹാരം വിതരണം ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉന്മാദനാണ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദേവഹൂതിയോട് പറഞ്ഞു കൊടുക്കുന്നത്, ദേവഹൂതി പറയുന്നത്, ഭഗവാനോട് പറയുന്നത്, ഈ അസത്തുക്കളായ ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിപ്പിക്കണം. കാരണം എന്താ? അപ്പോൾ വൈരാഗ്യം വന്നു, വേണ്ട വിധത്തിലുള്ള നിഷ്ഠകളൊക്കെ ദേവഹൂതിക്കുണ്ട്, സാധനാനുഷ്ഠാനങ്ങളുണ്ട്, ഒന്നും പോരായികയില്ല, എല്ലാം ഉണ്ട്, സത്തായിട്ടുള്ളൊരു ഭർത്താവുണ്ട്. ഇതിന് ആധ്യാത്മിക സാധന കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം മുന്നോട്ട് വന്നത്. പിന്നെയും ഭഗവാനോട് എന്തിനാണ് ഇങ്ങനെ ചോദിക്കണേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വിചാരിക്കും മരണം വരെയും ഈ വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, മരണം വരെയും ഈ ശരീരത്തിൽ ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, എപ്പോൾ വേണമെങ്കിലും വിഷയവുമായിട്ട് ബന്ധപ്പെടുത്താം. നമ്മൾ രാവിലെയൊക്കെ പ്രാർത്ഥിച്ച് പൂജിച്ചൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങും, വൈകുന്നേരം വരെ ഈ വ്യാവഹാരിക ലോകത്ത്, ഈ ഭൗതിക ലോകത്താണ് നമ്മൾ അഭിരമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഈ വിഷയത്തിൽ നിന്ന് വിരക്തി, വാസനാക്ഷയം വന്നു എന്ന് തോന്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പം വാസനാക്ഷയം ഏർപ്പെട്ടിട്ടേ ഉണ്ടാവില്ല. ഇന്ദ്രിയങ്ങളുടെ എത്ര തല്ലുകൊണ്ടാലും അവസാനം വലിയൊരു ദുഃഖം വരും, തീരാത്തൊരു ദുഃഖം വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഒരു ഭക്തൻ വിചാരിക്കും, ഇനി ഞാൻ ഈ ലോകത്തിലേക്കേ ഇല്ല, ഇതിലെ സുഖസൗകര്യങ്ങളിലേ ഭ്രമിക്കില്ല, ഭഗവാൻ തന്നെ ഇനി എനിക്ക് ശരണാഗതി ആശ്രയം എന്നൊക്കെ പറഞ്ഞ് സമർപ്പിക്കും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ദുഃഖമൊക്കെ ഒന്ന് മറക്കും, ചിലപ്പോൾ മായ കൊണ്ടുവന്ന് കൊല്ലം മധുരവും നാക്കിലിട്ട് തരും. അപ്പോൾ ആ ചെറിയ സുഖത്തിൽ, ആ ചെറിയ മധുരത്തിൽ അങ്ങോട്ട് മയങ്ങി ഈ കഴിഞ്ഞ ദുഃഖവും ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മറക്കും, വീണ്ടും വിഷയങ്ങളിലായി നമ്മുടെ ശ്രദ്ധ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയൊക്കെ ജയിക്കണമെങ്കിൽ തീവ്രമായ ഭക്തി സാധനാനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് ഉറച്ചു ബോധ്യപ്പെട്ടിട്ടാണ് കപിലവാസുദേവന് പൂർണ്ണമായ ശരണാഗതി അടയുന്നത്. ആര്? നമ്മുടെ ദേവഹൂതി പറയാണ്, തം ത്വാഗദാഹം ശരണം ശരണ്യം. 25-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം. തം ത്വാഗദാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോ കുഠാരം. ഭഗവാനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? പല ഭാവത്തിൽ പലരും പ്രാർത്ഥിക്കും അല്ലേ ഭഗവാനെ. ഇവിടെ ദേവഹൂതി ഈ ഒരു ശ്ലോകം കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ ഒരു മഴുവിൻ്റെ രൂപത്തിലാണ്. നമ്മൾ ലളിതാ സഹസ്രനാമത്തിലൊക്കെ പറയും അല്ലേ, ഓം ഭവാരണ്യ കുഠാരികായേ നമഃ എന്ന് പറയും. എൻ്റെ സംസാരമാകുന്ന വൃക്ഷത്തെ വെട്ടി നശിപ്പിക്കുന്ന മഴു, ആ മഴുവിൻ്റെ രൂപത്തിലാണ് ഇവിടെ ദേവഹൂതി. മഴു കൊണ്ട് എന്താ പറ്റുക? വടവൃക്ഷങ്ങളെ പലതിനെയും വെട്ടാം, സംസാരവൃക്ഷത്തിനെ വെട്ടുന്ന മഴുവാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ പരിപൂർണമായി ശരണാഗതി പ്രാപിക്കുന്നു. ഒരു മകൻ്റെ അടുത്താണെങ്കിൽ പരിപൂർണ്ണ ശരണാഗതിയുടെ ആവശ്യമുണ്ട്, നീ എന്നെ ഉപദേശിച്ചോളൂ എന്ന് പറയും. അങ്ങനെ ഒരു ഉപദേശം സ്വീകരിക്കില്ല, ഞാൻ പറയുന്നത് നീ കേട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ അമ്മ മകനെ ഉപദേശിക്കാൻ ചെല്ലാറ്. ഇവിടെ ഈശ്വരനോട് ചോദിക്കും വിധത്തിൽ ഈശ്വരന് പരിപൂർണ്ണ സമർപ്പണം ചെയ്തിരിക്കുക. ഇങ്ങനെ വേണം നമ്മളെ സമർപ്പണം എന്നാ പറയാം. നമ്മൾ ഭഗവാനെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച്, ഞാനിതാ എൻ്റെ പ്രശ്നങ്ങളെ മുഴുവൻ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ വെച്ചിരിക്കുന്നു, എനിക്ക് ഇതിൽ നിന്ന് മോചനം തന്നാലെന്നൊക്കെ പ്രാർത്ഥിക്കും, സമർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ പരാശ്രയം ചെയ്യുന്നവരായിട്ട് മാറാറും സാധ്യതയുണ്ട് അല്ലേ.
ഇപ്പോൾ എപ്പോഴും പറയാറുള്ളത് ഒരു പൂച്ചക്കുഞ്ഞ് അതിൻ്റെ അമ്മ പൂച്ചയെ ആശ്രയിക്കുന്നത് പോലെ എപ്പോഴും ആചാര്യന്മാർ പറയാറുള്ള ഒരു ഉദാഹരണമാണ് അല്ലേ. ഒരു പൂച്ച ഞങ്ങളുടെ അവിടെ പ്രസവിച്ചു. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകം മെഴുകിയ അടുക്കളയാണ്, പഴയ വീടാണ്. അപ്പോൾ അവിടെ പ്രസവിച്ചു. രാവിലെ നോക്കണ അടുപ്പിൻ്റെ ഉള്ളിലെ ചാരത്തിലാണ് പ്രസവിച്ച് കിടക്കണത്. ഇങ്ങനെയൊക്കെ നാട്ടിൻപുറത്ത് കാണാറില്ലേ. അപ്പോൾ അതിനെ കുട്ടികളെയൊക്കെ എഴുന്നേറ്റോട് ഇവിടെ തീ പിടിപ്പിക്കണം ഇവിടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ അതിനെയൊക്കെ അങ്ങോട്ട് മാറ്റി. അപ്പോൾ തള്ളപ്പൂച്ച വിചാരിച്ചു, ഇവർക്ക് എന്ത് അഹങ്കാരം, ആരെങ്കിലും ഈ ചാണകം മെഴുകിയ അടുക്കളയിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ കിടക്കുമോ, ഞാൻ എൻ്റെ കുട്ടികളെയും കൊണ്ട് പോവാണ്. പൂച്ചയ്ക്ക് ദേഷ്യമായി. 7 ഇല്ലം കിടത്തുന്നല്ലേ പറയാം അല്ലേ പൂച്ചക്കുട്ടി. പൂച്ചയും കൊണ്ട് അവസാനം ഇവിടെ ഈ ഇല്ലത്തിലേക്ക് തന്നെ വരും, അത് വേറെ കാര്യം. പക്ഷേ 7 ഇല്ലം കടത്തും എന്നൊക്കെ പറയും. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ എടുത്ത് അവിടെ മൊസൈക്ക് ഇട്ടിട്ടുള്ള, അവിടെ ടൈൽസ് പതിച്ചിട്ടുള്ള അടുക്കളയുണ്ട്, നിങ്ങളുടെ ചാണകം മെഴുകിയ അടുക്കള, എന്നെ രാവിലെ തന്നെ ചീത്ത പറയാൻ വന്നിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അമ്മ പൂച്ച ഈ കുട്ടികളെ കടിച്ചെടുത്ത് എവിടേക്ക് പോവാ, പരിഷ്കാരമുള്ള അടുക്കളയിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ കുട്ടികൾ ചോദിക്കുക, അമ്മേ എന്തിനാണ് ഇവിടെ സുഖം പിടിച്ചു, ഇവിടെ തന്നെ കിടന്നൂടെ എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ചോദ്യവും നമ്മൾ കേട്ടിട്ടില്ല. കുട്ടിയെ അങ്ങനെ കടിച്ചെടുക്കുകയാണ്. എവിടെയാണ് കടിക്കുക? പൂച്ച അതിൻ്റെ ഈ ഭാഗത്തല്ലേ, ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത്, തലയുടെ ഈ ഭാഗത്താണ് കടിച്ചെടുക്കുക. ഈ കടിച്ചെടുക്കുമ്പോൾ പൂച്ചയുടെ ഒരു നിൽപ്പ് കണ്ടുണ്ടോ? പൂച്ചക്കുട്ടിയുടെ അത് മുഖം ഇങ്ങനെ ആക്കി അമ്മേന്ന് പറഞ്ഞു നിൽക്കും. കണ്ടുണ്ടോ? നമ്മൾ കാണാൻ പഴയ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ പൂച്ചയും കണ്ടു കഴിഞ്ഞാൽ, നായനെയും കണ്ടു കഴിഞ്ഞാൽ കല്ലെടുത്ത് എറിയുന്ന ആളുകൾ ഇതൊന്നും ശ്രദ്ധിച്ചു എന്ന് വരില്ല. പ്രകൃതിയെ ഒരു പാഠശാലയായിട്ട് 24 ഗുരുക്കന്മാരുടെ കാര്യത്തിൽ പറയുമ്പോൾ പറയും, ഭാഗവതം തന്നെ നമ്മളോട് പറയും, ഈ പ്രകൃതിയെ നിരീക്ഷിക്കൂ, ഭഗവാൻ അവിടെയൊക്കെ ഓരോ തത്വങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയെ നീ തന്നെയാണ് ആശ്രയം എന്ന് പറഞ്ഞ് കുട്ടി ആരെ സമർപ്പിച്ചു? അമ്മയ്ക്ക് അറിയാം എനിക്ക് ബെസ്റ്റ് എന്താണെന്നുള്ളത് തരാൻ അല്ലേ. അമ്മ പഠിച്ചത്രേ, അമ്മ അനുഭവിച്ചത്രയൊന്നും ഞാൻ കാലം വന്നിട്ടില്ലല്ലോ. നമ്മളാണ് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിയില്ല പറയും. അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയണത്, നിങ്ങളൊന്നും ഇത് പഠിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ അവരുടെ വേർപ്പിലാണ് ഈ കണ്ട എഡ്യൂക്കേഷൻ നേടിയിട്ടുണ്ടാവുക, പക്ഷെ പറയുന്നത് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രകൃതിയിലെ ആര് പഠിപ്പിച്ചു കൊടുത്തു ഈ മൂല്യം? ഈ പൂച്ചക്കുഞ്ഞ് അമ്മേന്നും പറഞ്ഞ് അനുസരിക്കും. അപ്പോഴാണ് ടൈൽസ് അടുക്കളയിൽ കൊണ്ടിട്ടത്. അവിടെ നല്ല സുഖം, നല്ല തണുപ്പ്, പരിഷ്കാരികളായിട്ട് കുട്ടികൾ വളരട്ടെ എന്ന് തള്ള പൂച്ചയും വിചാരിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ ഗൃഹനാഥൻ രാവിലെ 2 കാലിൽ പോയി വൈകുന്നേരം വരുമ്പോൾ 4 കാലിലാണ് അത്രേ വരണത്. മദ്യപിച്ച് ലക്ക് കെട്ടാണ് വരുന്നത്. ഇത് കണ്ടതും നമ്മളുടെ ഗൃഹനാഥ ദമ്പതീനാം ച കൽക്കനം, ഭാഗവതം ആദ്യം തന്നെ പറയുന്നുണ്ടല്ലേ. വടിയെടുത്ത് വിടുന്ന അടുക്കളുടെ അവിടെ നിന്നൊരു പോക്ക് പോയി, ഗേറ്റിൻ്റെ അവിടെ തൊട്ട് കലഹം തുടങ്ങി. അടിയോടടി അടിച്ചടിച്ചടിച്ചടിച്ച് അവർ വഴക്ക് കൂടി അവർ അടുക്കളയിലെത്തി. അപ്പോഴാണ് ഈ തള്ളപ്പൂച്ച നോക്കുമ്പോഴുണ്ട്, നേരത്തെ അവിടെ എന്ത് സുഖമായിരുന്നു, ചാണകം മെഴുകിയിട്ടുണ്ടെന്നേ ഉള്ളൂ, സ്വല്പം പരിഷ്കാരം കുറഞ്ഞാലും സംസ്കാരം ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ പരിഷ്കാരം മാത്രമേ ഉള്ളൂ, എന്തില്ല? സംസ്കാരമില്ല. അപ്പം സംസ്കാരം ഇല്ലാത്തടത്ത് എൻ്റെ കുട്ടികളെ വളരാൻ ഞാൻ അനുവദിക്കില്ല. അവിടുന്നും എങ്ങനെ കടിച്ചേ? ഇവിടെ കടിച്ചു. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു? അമ്മ എവിടുന്ന് പോവേണ്ട അമ്മേ, നല്ല സുഖമുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞില്ല. ആ കുട്ടികൾ എൻ്റെ അമ്മയ്ക്കറിയാം എനിക്ക് ബെസ്റ്റ് തരാൻ വേണ്ടിയിട്ട്, ഏറ്റവും ശ്രേഷ്ഠമായൊരവസ്ഥയിൽ എൻ്റെ അമ്മ എന്നെ കൊണ്ട് ചെന്ന് എത്തിക്കൂ എന്ന് പരിപൂർണ ബോധം, സമർപ്പണം, ശരണാഗതി ആ പൂച്ചക്കുഞ്ഞിന് പോലും ഉണ്ട്. അത് അമ്മേന്ന് പറഞ്ഞ് ഇങ്ങനെ സമർപ്പിച്ചു എന്നുള്ളതാണ്. അതുപോലെ ഒരു കുരങ്ങിൻ്റെ കുട്ടി കുരങ്ങൻ്റെ ശരീരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു. അത് ഈ മരത്തിൽ നിന്ന് എത്രയോ അകലെയുള്ള മരത്തിലേക്കാണ് ചാടുക. ചാട്ടം കണ്ടു കഴിഞ്ഞാൽ കുട്ടി താഴെ വീഴുമെന്ന് പേടിയുണ്ടാവും, പക്ഷേ വീഴില്ല. അതങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മ എന്നെ വീഴ്ത്തില്ല എന്നുള്ള വിശ്വാസമല്ല, സമർപ്പണം എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ, ശരണാഗതി. ഇതുപോലെ ഭഗവാനെ ആശ്രയിക്കണം നമ്മൾ. ദേവഭൂതി ആശ്രയിച്ചതുപോലെ ആശ്രയിക്കണം നമ്മൾ. ഈ പൂച്ചക്കുഞ്ഞിൻ്റെയും കുരങ്ങുകുഞ്ഞിൻ്റെയും കഥ പറഞ്ഞതുപോലെ എത്ര ദുഃഖം വന്നാലും നമ്മൾ ഭഗവാനെ പരിപൂർണ ശരണാഗതി ആശ്രയിക്കുവാനുള്ള ആ ഒരു പരീക്ഷയായിട്ടേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. നാലപ്പാട്ട് നാരായണ മേനോൻ്റെ വരികളുണ്ട്. ഉരുക്കിടുന്നു മിഴിനീരിലിട്ടു മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി, മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. ഒരു നല്ല സ്വർണം ഉണ്ടാക്കണമെങ്കിൽ തട്ടാൻ എന്താ ചെയ്യുക? അതിന് പല സൊല്യൂഷനിലിട്ട് മുക്കും, അടിച്ചു വരത്തും അല്ലേ, അതിനെ ഒതുക്കും, അഗ്നിപരീക്ഷയ്ക്ക് വിധേയമാക്കും. ഇങ്ങനെ 100 പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് നല്ലൊരു സ്വർണ്ണമാലയായിട്ട്, നല്ലൊരു കമ്മലായിട്ട്, നല്ലൊരു വളയായിട്ടൊക്കെ
നല്ലൊരു പണിത്തരമായിട്ടത് മാറുക. അപ്പം ഇതൊക്കെ സഹിക്കണം, അഗ്നിപരീക്ഷ സഹിക്കണം, അടിച്ചു പരത്തുന്നത് സഹിക്കണം, ഒരുപാട് ത്യാഗങ്ങൾ. അപ്പം നല്ലൊരു മാലയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭുവനൈക ശില്പി, ലോകത്തട്ടാനായിട്ടുള്ള ഭഗവാൻ നമ്മളെയും ഒരുക്കിടുന്നു. ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ തന്നിട്ട് ഉരുക്കിടുന്നു, മിഴിനീരിലിട്ടു മുക്കുന്നു. സങ്കടം ഒഴിഞ്ഞ് നേരെ ഉണ്ടാവില്ല. അതുകൊണ്ട് സർവത്ര ആനന്ദം ലഭിക്കാൻ വേണ്ടി കുന്തിദേവി അതിനെ തന്നെ ഒരു സമവാക്യം രൂപപ്പെടുത്തി. എപ്പോഴും ദുഃഖം മതി, എപ്പോഴും ദുഃഖം മതി. അതിലൂടെ, ആ ദുഃഖത്തിലൂടെ ഭഗവാനെ ഞാൻ വിളിക്കുന്നത് പോലെ സുഖത്തിലിരിക്കും എനിക്ക് ഭഗവാനെ വിളിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സദാ ആനന്ദത്തെ സ്വയം വരിച്ച കുന്തിദേവി എന്തൊക്കെ ഉദാഹരണങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്നു. അപ്പോൾ ഭുവനൈക ശില്പിയായ, ലോകത്തട്ടാനായിട്ടുള്ള ഈശ്വരൻ നല്ലൊരു പണിത്തരം ഉണ്ടാക്കുവാൻ വേണ്ടി, നല്ലൊരു മാല പണിയുവാൻ വേണ്ടി നമ്മളെയൊക്കെ ഭഗവാന്റെ കഴുത്തിൽ ചാർത്താനുള്ളൊരു ഹാരമായിട്ട് നമ്മളെ മാറ്റാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നു. അതിലൊന്നും നമ്മൾ തളരാതെ ആ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ വേണ്ടിയുള്ള ശക്തി മാത്രം ഭഗവാനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ. അതാണ് പരിപൂർണ ശരണാഗതി. ദേവഹൂതി ഇവിടെ നമുക്കത് കാണിച്ചു തരികയാണ്. ഭഗവാനെ, എന്താണ് ഈ ബന്ധനത്തിന് കാരണം? ഇതിൽ നിന്ന് മോചിക്കാൻ എന്താണ് വഴി? അമൃതബിന്ദോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തിൽ പറയും, മന ഏവ മനുഷ്യാണാം കാരണം ബദ്ധമോക്ഷയോ എന്ന് പറയും. ബന്ധനത്തിനും മോക്ഷത്തിനും ഒക്കെ കാരണം എന്താണ്? നമ്മളുടെ മനസ്സ് തന്നെയാണ്. ബന്ധനത്തിന് കാരണവും മനസ്സാണ്, മുക്തിക്ക് കാരണവും മനസ്സാണ്. ഭഗവാൻ അത് വേറൊരു രൂപത്തിൽ കപിലവാസുദേവർ ഇവിടെ പറയുന്നു, ചേതഗൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രഥം വാം പുംസി മുക്തയേ. ഭഗവാൻ പറയുന്നു, നമ്മളുടെ ചിത്തം എന്ന് പറയുന്നത് ബന്ധനത്തിന് കാരണമായിരുന്നു. എന്ത് ബന്ധനത്തിന് കാരണമാവണേ? എങ്ങനെയാണ് ബന്ധനം ഉണ്ടാവണത്? പല വിഷയങ്ങളിലും പോയിട്ട്. ഇപ്പോൾ ഒരു വസ്തു വേണമെന്ന് വിചാരിച്ചു, ഒരാളെ വേണമെന്ന് വിചാരിച്ചു. എന്തുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തേ? നമ്മൾ അതിൻ്റെ ഗുണത്തിൽ, അല്ലേ? ആ ഒരു ഗുണം കണ്ട്, ആ വസ്തുവിലൊരു ഗുണമുണ്ട് എന്ന് ധരിച്ച് നമ്മൾ അതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിക്കൊരു ഗുണവിശേഷം ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ ആ വ്യക്തിയെയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം നല്ലൊരു മൊബൈൽ വേണം, ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള മൊബൈൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യും, അല്ലേ? എന്താണ്? അതിന് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട്, ഇന്ന ക്വാളിറ്റികൾ അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ്. പക്ഷേ ഇതൊന്നും വസ്തുക്കളുമായി ബന്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ ഗുണം ആ വസ്തുവിൻ്റെ ഗുണമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ഈ ഗുണം എന്ന് പറയുന്നത് വസ്തുവിന് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗുണം ആ വ്യക്തിക്ക് മാത്രമുള്ള, ആ വ്യക്തിയിലാണ് ഉള്ളത്, ആ ജഡശരീരത്തിൻ്റെ ഗുണമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ എന്താണ് സത്യത്തിൽ ഗുണമുണ്ടാവാൻ കാരണം? ആ ഗുണം എന്ന് പറയുന്ന ക്വാളിറ്റി അത് കൊടുത്തത് ഈ ആത്മവസ്തുവാണ്. ഈ ആത്മവസ്തുവിലൂടെ നോക്കുന്നത് കൊണ്ടാണ് അതിന് ഇത്രയേറെ ഗുണം നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ പോയി ഒട്ടുന്നത് ആ വസ്തുവിലാണ്, നമ്മൾ പോയി ഒട്ടുന്നത് ആ ജഡത്തിലാണ് എന്ന് മാത്രം. ഇനി രഥം വാം പുംസി മുക്തയെ, ഇനി ഭഗവാനോടാണ് ആ വിഷയം, നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് വിഷയം ഭഗവാനാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മൾ അതിൽ രമിക്കും, നമുക്ക് മോക്ഷത്തിനത് കാരണമായിട്ട് മാറും. ഇപ്പം എങ്ങനെയാണ് മനസ്സ് തന്നെ ബന്ധനത്തിനും മനസ്സ് തന്നെ മോക്ഷത്തിനും കാരണമാവുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? ദേവഹൂതി ചോദിക്കുന്നുണ്ട്. ചെറിയൊരു ഉദാഹരണത്തിലൂടെ തന്നെ പറഞ്ഞു. നമ്മളെ ഒരു പാമ്പ് കടിച്ചു, ഒരു നല്ല വിഷസർപ്പം, ഒരു അണലി കടിച്ചു, പയ്യാനി കടിച്ചു എന്ന് വെക്കൂ. നമ്മൾ വേഗം നമ്മുടെ ഫസ്റ്റ് എയ്ഡൊക്കെ കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോകണു. അപ്പോൾ ഡോക്ടർ എന്താ ചെയ്യണത്? ഏതാ കടിച്ചതെന്ന് അറിയോ ചോദിക്കും ആദ്യം. എന്നാൽ എളുപ്പമുണ്ടല്ലോ ചികിത്സിക്കാൻ. അപ്പോൾ അണലിയാണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് അണലിയുടെ വിഷം എടുത്തിട്ട് കുത്തിവെക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ വിഷം കൊണ്ട് വിഷത്തിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയാണ്. അപ്പോൾ ബന്ധനത്തിനും കാരണം മനസ്സാണ്. ആ മനസ്സ് തന്നെയാണ് ഉദ്ധരേതാത്മനാത്മാനം എന്ന് പറയുന്നത് പോലെ വിഷയങ്ങളിൽ നിന്നുള്ള മുക്തിക്കും കാരണം മനസ്സ് തന്നെയാണ്. ഇത് മനസ്സിലാക്കുന്നിടത്ത്, ഇത് അഭ്യസിക്കുന്നിടത്ത് ഇതിനെ ആധ്യാത്മിക യോഗം എന്ന് പറയുന്നു. അതായത് നമ്മുടെ ഭൗതിക വസ്തുക്കളിൽ ആസക്തമായ ഈ മനസ്സിനെ അവിടെ നിന്ന് അടർത്തിയെടുത്തിട്ട് ഭഗവാനിൽ ചേർത്ത് നിർത്തുന്ന അഭ്യാസത്തെ, ഇത് ഒരു ദിവസം കൊണ്ടോ 1.5 ദിവസം കൊണ്ടോ ഒരു പ്രഭാഷണം കേട്ടാലോ ഒന്നും സാധിക്കില്ല. നിരന്തരമായ നമ്മുടെ അഭ്യാസം കൊണ്ട് സാധിക്കുന്നൊരു ആധ്യാത്മിക യോഗത്തെ കപിലവാസുദേവർ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഈ വിഷയാസക്തികളെ വർജിക്കുക, അഹന്ത മമതാദികളെ വർജിക്കുക, അതൊക്കെ പറഞ്ഞു. ഇത് എങ്ങനെ സാധിക്കും? വെറുതെ നാമം ചൊല്ലിയത് കൊണ്ട് മാത്രമോ, ഒരു ക്ഷേത്ര പ്രദക്ഷിണം കൊണ്ട് മാത്രമോ, ഒരു
സത്സംഗം ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമോ, ഒരു ദിവസം 1.5 ദിവസമൊക്കെ അനുഷ്ഠിച്ചത് കൊണ്ട് മാത്രമോ സാധിക്കുമോ? ആ ചോദ്യത്തിന് ഒന്നു മാത്രം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയുന്നു. എന്താണ് കപിലവാസുദേവൻ പറയുന്നത്? ത ഏതേ സാധവ സാധ്വി സർവസംഗ വിവർജിതാഹ സംഗസ്ത്വേഷദപ്തേ പ്രാർത്ഥ്യ സംഗദോഷഹരാഹിതേ. 25-ാം അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകം കൊണ്ട് പറയുന്നു, സത്സംഗം ഒന്നുകൊണ്ട് മാത്രം. ധാരാളം ഉപാധികളുണ്ട് നമ്മളുടെ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കാൻ. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പാത, ഏറ്റവും എളുപ്പമായിട്ടുള്ള പാത, സാമാന്യ ജനങ്ങൾക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്ന പാത ഏതാണ്? സത്സംഗം. നമുക്കറിയാം, സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. ഈ സത്സംഗം സത്തുക്കളുമായിട്ട് സാധു സമാഗമം ചെയ്താൽ, ഇപ്പോൾ എല്ലാവരും സത്തുക്കളാണ്, അവർക്കൊക്കെ ഭഗവാനെക്കുറിച്ചും ഭാഗവത കഥകളെക്കുറിച്ചും പറയാനമേ നേരെയുള്ളൂ ഇവിടെ, അല്ലേ? ഇതൊന്നും എൻ്റെ മിടുക്കാണ് എന്ന് പറയുന്നവർ സാധുക്കളല്ല. അവരൊന്നും സത്സംഗം എന്ന് പറയുന്ന കാര്യത്തെ അംഗീകരിക്കുന്നവരല്ല. ഒക്കെ എൻ്റെ മിടുക്കാണ്, ഞാനില്ലാതെ ഈ ലോകം ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് കുന്തിച്ച് ബ്രഹ്മാവും എനിക്കൊക്ക എന്നും ചിലർ എന്ന് പറയുന്ന പോലെ, ഞാൻ ഇതൊക്കെ അനുഷ്ഠിച്ചു, ഞാനിതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് ഒന്നിൻ്റെയും സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രങ്ങൾ മുഴുവൻ പഠിച്ചിട്ടും ആ സാധനയുടെ ശക്തി മനസ്സിലാക്കാതെ പറയുന്നത് എൻ്റെ അത്രയ്ക്കൊന്നും ബ്രഹ്മാവ് വരില്ല എന്നുള്ള ചിന്തയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അതൊന്നുമല്ല, അവരൊക്കെ അസത്തുക്കളാണ്. സത്തുക്കൾ ഭഗവത് കഥ മാത്രമേ പറയുള്ളൂ. എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഇത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നുമല്ല. പക്ഷെ എന്ന് കരുതി അവർ ആത്മനിന്ദ ചെയ്യുന്നവരല്ല കേട്ടോ. സത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മനിന്ദ ചെയ്യുന്നവരല്ല. ഇപ്പം നമ്മൾ പറയാറുണ്ട്, ആത്മപ്രശംസയും പാടില്ല, ആത്മനിന്ദയും പാടില്ല. ചിലർ തന്നെ ഇങ്ങനെ സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കും, അല്ലേ? ആത്മപ്രശംസ, അത് കേട്ടാലേ നമുക്ക് വിഷമം തോന്നും. പക്ഷേ നമ്മുടെ ബന്ധുവോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കേട്ട് നിൽക്കും, നമ്മൾ സാരില്ല, എന്തൊരു കഷ്ടം എന്ന് വിചാരിച്ചിട്ട് അത് സഹിക്കും. ആത്മപ്രശംസ പാടില്ല. ഭഗവാങ്കൽ സമർപ്പിക്കണം. ഭഗവാന്റെ ശക്തി കൊണ്ട് ഈ ജഡശരീരം പ്രവർത്തിക്കുന്നതാണെന്നുള്ള സമർപ്പണമില്ലാതെയാണ് ഈ ആത്മപ്രശംസ. ഇനി അടുത്ത ആളുകൾ ആത്മനിന്ദ ചെയ്യുന്ന കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. എന്തെങ്കിലും ഒന്ന് നന്നായി ഒരു പാട്ടൊക്കെ പാടി, അപ്പം നമ്മളൊക്കെ അങ്ങോട്ട് കൈയടിച്ചു. ഒന്നുമല്ല, ഇനി എൻ്റെ പരാക്രമങ്ങൾ ഉണ്ടെന്ന് പറയുകയാണോ എന്നുള്ളിൽ സംശയമുണ്ട്. ഒന്നുമല്ല എന്ന് പറയാം. നന്നായി ഡാൻസ് ചെയ്തു, നന്നായിട്ട് പടം വരച്ചു, അപ്പോൾ നമ്മൾ അവരെ പുകഴ്ത്തുമ്പോൾ, നമ്മൾ അവരെ അംഗീകരിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ അവർ ഒന്നുമല്ല, ഞാൻ പഠിച്ചിട്ടില്ല, പഠിച്ചാൽ കുറച്ചുകൂടി അല്ല, അങ്ങനെ പറയാതെ പറയുന്നവരാണ്. അപ്പോൾ ആത്മനിന്ദ ചെയ്യണമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നും, പക്ഷേ അതിലൂടെ അവർ ആത്മപ്രശംസ തന്നെയാണ് ചെയ്യണത്. സത്യത്തിൽ ആത്മപ്രശംസ ചെയ്യുന്നവരെക്കാൾ ഇരട്ടി അഹങ്കാരികളാണ് ആത്മനിന്ദ ചെയ്യുന്ന ആളുകൾ. ഇത് രണ്ടും പാടില്ല. ഭഗവാനിൽ സമർപ്പിച്ച് സംസാരിക്കാൻ സാധിക്കണം. വാക്കുകൾ അവിടുത്തെ പൂജയാക്കി മാറ്റാൻ സാധിക്കണം. അപ്പോൾ ചെറുതായിട്ട് ഡാൻസ് കളിക്കാൻ കഴിവുണ്ടെങ്കിലോ പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിലോ ഒക്കെ സൂക്ഷിച്ചോളൂ. ഭഗവാൻ നമ്മളെ ഇങ്ങനെ പന പോലെ വളർത്തുകയാണ് നമ്മുടെ അഹങ്കാരം, അല്ലേ? ആത്മപ്രശംസ ചെയ്യാനോ ആത്മനിന്ദ ചെയ്യാനോ നമ്മുടെ അഹങ്കാരത്തെ ഇങ്ങനെ പന പോലെ വളർത്തുക. എന്തിനാ? കടയോടെ വെട്ടിക്കളയാൻ വേണ്ടിയിട്ട്, നമ്മളെ വെട്ടിമാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലൊന്നും അഹങ്കരിക്കരുത്. ആര് തന്നിട്ടുള്ള കഴിവുകളാണ്? ഭഗവാനിൽ സമർപ്പിച്ചത് കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കഴിവുകളാണ്. അപ്പോൾ ഭഗവതോന്മുഖമായിട്ട് തന്നെ അതിനെ ഉപയോഗിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സത്സംഗം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരികയാണെങ്കിൽ സത്തുക്കൾ ഭഗവത് കഥകൾ മാത്രമേ പറയുള്ളൂ, ഭഗവാനെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ. അവരുമായിട്ടുള്ള സമാഗമം ഒന്നുകൊണ്ട് മാത്രമാണ് ഹേ സാധ്വി, അമ്മേ പതിവ്രതേ, തപസ്വി എന്നൊക്കെയാണ് സംബോധന ചെയ്യുന്നത്. അമ്മേ, അതുകൊണ്ട് മാത്രമാണ് ഈ സംസാര സാഗരത്തിൽ നിന്നും മോചിക്കുവാനുള്ള മനസ്സ് വിഷയങ്ങളോട് ചേർച്ച വരാതെ ഭഗവത് വിഷയത്തിൽ രതി സംഭവിക്കാൻ സാധ്യമായ കാര്യം എന്താണ്? സത്സംഗം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ സത്സംഗം എപ്പോഴാണ് നമുക്ക് ലഭിക്കുക? ഒരു പൂച്ചയ്ക്കോ ഒരു പട്ടിക്കോ ഒക്കെ കിട്ടുമോ? അവരിപ്പോൾ എവിടെയെങ്കിലും വരുന്നുണ്ടോ ഇത് കേൾക്കാൻ വേണ്ടി? ഇല്ല. ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം കൊണ്ട് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന സംഗതി. നമുക്കതിനൊന്നൊരു വില പലപ്പോഴും തോന്നാറില്ല. ഈ മനുഷ്യജന്മം എടുത്തത് വൃഥാ ഉണ്ടും ഉറങ്ങിയും, അല്ലേ? ഒരു ആചാര്യൻ പറയുന്നത് കേട്ടു, 3 ഊക്കളാണ് നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്: ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണികളെ ഉൽപ്പാദിപ്പിക്കുക. ഈ 3 കാര്യങ്ങളിൽ മാത്രം വ്യാപരിക്കുക. ഇതൊക്കെ ലോക വിഷയങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിൽ മാത്രം ശ്രദ്ധിക്കുന്ന വിഷയികൾ,
അവർക്ക് വൈരാഗ്യം വരണമെങ്കിൽ, വിരക്തി സംഭവിക്കണമെങ്കിൽ എത്ര കാലം എടുക്കും? പൂന്താനം പറഞ്ഞിട്ടുണ്ട്, എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും അതു വന്നിട്ട് വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം എന്നാണ്. അപ്പോൾ എത്ര യാതനകൾ അനുഭവിച്ച് 84 ലക്ഷത്തിൽ പരം മനുഷ്യേതര ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണത്രേ ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം നമുക്കൊക്കെ ലഭിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വിശേഷ ബുദ്ധിയുണ്ട്. ഈ പ്രപഞ്ചത്തിന് അധികാരിയായിരിക്കുന്ന, ഇതിനതീതമായിരിക്കുന്ന അസംഖ്യ പുരുഷനുമായിട്ട് സംഘം വയ്ക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ജന്മമായിട്ട് ഇതിനെ പരിഗണിക്കാതെ, ഇപ്പം ഇന്നുണ്ട് ജോലി, ഭഗവത് സ്മൃതി നാളെയാവാം എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെച്ച് ഭൗതിക വിഷയങ്ങളൊക്കെ കഴിയട്ടെ, ഇപ്പം പഠിക്കേണ്ട സമയം പഠിക്കുക, ജോലി വാങ്ങിക്കുക, അത് കഴിഞ്ഞ് വിവാഹം കഴിക്കുക, കുട്ടികളാവുക, നല്ലൊരു വീട് കെട്ടുക, ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു സമയമാവും. അപ്പോഴാണ് ഇന്ദ്രിയങ്ങളൊക്കെ വീക്കായി തുടങ്ങിയിട്ടുള്ള സമയങ്ങൾ. കണ്ണ് കാണാണ്ടാവുമ്പോഴാണ് ഭാഗവതം എടുക്കുക, കാത് കേൾക്കാണ്ടാവുമ്പോഴാണ് ഭാഗവതം എടുത്ത് തുറന്നു വരിക. അപ്പോൾ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇത് നാളേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു 60-65 വയസ്സ് കഴിഞ്ഞിട്ട് മതി. ഇപ്പോൾ വെക്കേഷനല്ലേ, കുട്ടികളെവിടെ? അപ്പോൾ ഈ ഒരു യുവതലമുറയ്ക്ക് ഇത് വേണ്ട, അതൊക്കെ വയസ്സായിട്ട് അനുഷ്ഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ നീക്കി വെക്കുന്ന സമയത്ത് അവസാന കാലത്ത് ഈ പറഞ്ഞ പോലെ അന്തേ നാരായണ സ്മൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ മുകളിലുള്ള വരികൾ വായിച്ചാൽ മനസ്സിലാവും, അന്ത്യകാലത്ത് നാരായണനെ ഭജിക്കണമെങ്കിൽ, അന്ത്യകാലത്ത് ശിവസ്മരണ ഉണ്ടാകണമെങ്കിൽ അത് നേരത്തെ ചെയ്തു വെക്കണം, എന്നാലല്ലേ വിളിക്കാൻ ഓർമ്മ വരുള്ളൂ. ഒരാൾ ബുദ്ധിപൂർവം മക്കൾക്കൊക്കെ ഭഗവാന്റെ പേരിട്ടു അത്രേ, കേശവൻ നാരായണൻ എന്നൊക്കെ പറഞ്ഞ് പേരിട്ടു. കാരണം അവസാന കാലമാകുമ്പോൾ വിളിക്കാമല്ലോ, അപ്പോൾ മുക്തി കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു പേരിട്ടു. എല്ലാവരും അങ്ങനെയല്ലേ പറയണം, അവസാന കാലം ഭഗവാനെ വിളിച്ചാൽ വൈകുണ്ഠത്തിൽ അല്ലെങ്കിൽ കൈലാസത്തിൽ എന്നൊക്കെ അല്ലേ പറഞ്ഞു വെച്ചിരിക്കണേ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ പേരിട്ടു. 4 പേർക്കും ബിസിനസ്സൊക്കെയാണ്, അച്ഛൻ്റെ ബിസിനസ്സൊക്കെ ഈ 4 മക്കളുമാണ്, കടയൊക്കെയാണ് നോക്കി നടത്തുന്നത്. അവസാന കാലത്ത് മരണശയ്യയിൽ അച്ഛൻ ഇങ്ങനെ കിടക്കണം, അച്ഛന് തോന്നി മരിക്കാറായി എന്ന്. അപ്പം മക്കളൊക്കെ അടുത്ത് വേണം എന്ന് വിചാരിക്കുമല്ലോ. അപ്പോൾ 4 മക്കളെയും വിളിക്കാൻ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ എല്ലാവരെയും ഫോൺ ചെയ്ത് വരുത്തി. അപ്പോൾ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞില്ല, മകനെ കാണണം എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഫോൺ ചെയ്ത് എല്ലാവരെയും അമ്മ വരുത്തി എല്ലാവരും കൂടി 4 പേരും കൂടി അച്ഛാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അപ്പം ദേഷ്യപ്പെട്ടിട്ട് എന്താ, മരിക്കാറായി, അടുത്ത ശ്വാസത്തിൽ പോവും. അതിന് മുൻപ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 4 പേരും കൂടി വന്നാൽ കടയിൽ ആരാന്ന്. അതും വളരെ ദേഷ്യത്തിലാണ് ചോദിക്കണം, നിങ്ങൾ ഇത്രയും പേരിട്ട് വെച്ചതൊക്കെ വെറുതെയായി. ആ ശ്വാസം എടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ പേരിട്ടു എന്ന് വെച്ചിട്ട് കേശവൻ നാരായണൻ എന്നൊക്കെ പേരിട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് യമഭയ നിവാരണ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ഭഗവാൻ ശിവനെ സ്മരിച്ചുകൊണ്ടൊരു കൃതി എഴുതുകയുണ്ടായിട്ടുണ്ട്, യമഭയ നിവാരണ സ്തോത്രം. അതിൽ പറയണത്, അവസാന കാലത്തേക്ക് വെക്കണില്ല ഭഗവാനെ, ഞാൻ ഇപ്പം തന്നെ അങ്ങയെ പ്രാർത്ഥിക്കുകയാണ്. എന്താണെന്നറിയോ, മരണം അടുത്തിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങയെ ഓർമ്മ വരണം, അതിന് ഞാൻ ഇപ്പോഴേ പ്രാർത്ഥിച്ച് വെക്കുകയാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ശങ്കരാചാര്യർ എഴുതി, ചില ആളുകളൊക്കെ ഉണ്ട് മരണശൈലിയിൽ കിടക്കുമ്പോഴാണ് ഭഗവാനെ ഓർക്കാനായിട്ട് തുടങ്ങുക. ആ സമയത്ത് നേരെ വണ്ണം ഓർക്കാൻ പറ്റുമോ? പറ്റില്ല. ആ സമയത്ത് എന്തേ ഓർമ്മ വരുള്ളൂ? ദയിതാ മമ ദുഹിതാ മമ ജനനീ മമ ജനകോ മമ കൽപ്പിതമതിസന്ധതി മരുഭൂമിഷു നിരതം. എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, എൻ്റെ വീട്, എൻ്റെ ആസ്തി, ഞാനിതൊക്കെ വിട്ടിട്ട് എങ്ങനെ പോവും? ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്തോ മരണം എന്ന് പറഞ്ഞ ഭീകരതയെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. ഈ മരിച്ചു കിടക്കണവരെ ആ സമയമൊക്കെ കണ്ടിട്ടുണ്ട്. അതിഭീഷണ കടുഭാഷണ യമ കിങ്കര പടലി കൃതതാഠന പരിപീഡന മരണാഗമ സമയേ. യമഭടന്മാരൊക്കെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, അവർ ഈ ദംഷ്ട്രകളൊക്കെ ഇങ്ങനെ നീട്ടിയിട്ട് വാളൊക്കെ കൊണ്ടുവന്ന് ജീവന് ചുറ്റും ഇങ്ങനെ നൃത്തം ചെയ്തിട്ടാണത്രേ ഈ ദേഹിയെ എടുത്തുകൊണ്ട് പോണത്. ഇതൊക്കെ കൂടി ആലോചിച്ച് പേടിയായിട്ട് വയ്യ. ഈ സമയത്ത് ഉമയാ സഹ മമ ചേതസി യമശാസന നിവശൻ ഹരശങ്കര ശിവശങ്കര ഹരമേ ഹര ദുരിതം. ഭഗവാനെ ഉമാസഹിതനായി പ്രത്യക്ഷപ്പെടണേ എന്ന് എപ്പോൾ പ്രാർത്ഥിച്ചു ശങ്കരാചാര്യർ?
വളരെ കുട്ടിയായിരിക്കുമ്പോഴേ. നമ്മൾ അവസാന കാലത്തേക്കാണ് ഭഗവത് സ്മൃതിയൊക്കെ മാറ്റി 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 വെക്കുന്നത്. ഇവിടെ ദേവഹൂതി ആദ്യം തന്നെ സാധനാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു, എന്നിട്ടും ഈ ഇന്ദ്രിയ വൈരാഗ്യം വരണില്ല, ഈ ബന്ധനം പോണില്ല, വാസനാക്ഷയം ഏർപ്പെടുന്നില്ല. ഇപ്പം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണത് സംഭവിക്കുന്നത്. നേരത്തെ ചെയ്തിട്ടും ഇതാണ് സ്ഥിതിയെങ്കിൽ മരണസമയത്ത് വിളിക്കാൻ പോകുന്ന നമ്മളുടെയൊക്കെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഭഗവാനെ നേരത്തെ തന്നെ ആശ്രയിക്കുക എന്നുള്ളൊരു ബുദ്ധി നമുക്കുണ്ടാകാൻ വേണ്ടി ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദേവഹൂതി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ മുക്തിക്ക് കാരണം ഭക്തിയാണ് എന്ന് പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ ആ ഭക്തിയെ എങ്ങനെ ദർശിക്കാൻ പറ്റും? ഭക്തി എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താണ്? കാ ഭക്തി? ഭാഗവതം ആദ്യമേ ചോദിക്കുന്നുണ്ട്. ദേവഹൂതി ചോദിക്കുന്നത് കാചിത്വ യുചിതാ ഭക്തി കീദൃശി മമ ഗോചര, എനിക്ക് ആ ഭക്തിയെ എങ്ങനെയാണ് സാക്ഷാത്കരിക്കാൻ സാധിക്കുക എന്ന് ദേവഹൂതി ചോദിക്കുന്നുണ്ട്. അതിനുത്തരം വളരെ എളുപ്പമായിട്ട് കപിലവാസുദേവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അനുഷ്ഠിക്കാൻ പ്രയാസം. നമ്മൾ ഈ വിചാരിക്കണതല്ല ഈ ഇന്ദ്രിയങ്ങളുടെ വഞ്ചന എന്ന് പറയുന്നത്. ഇന്ദ്രിയ വൈരാഗ്യം എന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു കൃതിയുണ്ട്. അദ്ദേഹം അതിൽ ഓരോ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ടകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ എല്ലാം വിവരിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ പോലും നോക്കാം. കണ്ണിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, കാണുന്ന കണ്ണിനൊരു ദണ്ഡവുമില്ല കണ്ടൻ പ്രാണൻ വെടിഞ്ഞിടുകിൽ എന്തിനു പിന്നെയെല്ലാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കണ്ണിനിപ്പോൾ എന്താ പ്രശ്നം? എൻ്റെ പ്രാണനല്ലേ പിടയുന്നത്? എല്ലാം കണ്ടുകൊണ്ട് വന്ന് ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിരിക്കും കാണുക, ചിലപ്പോൾ ചീത്ത സംഭവങ്ങൾ എന്തെങ്കിലും കാണുക, മനസ്സിനെ വിഷമിപ്പിക്കുന്ന ദുഃഖത്തിലാഴ്ത്തുന്ന പല സംഭവങ്ങൾ ആര് കണ്ടുകൊണ്ട് വരും? ഈ കണ്ണ് കണ്ടുകൊണ്ട് വരും. എന്നിട്ട് ആരെയെ വിഷമിപ്പിക്കണത്? എൻ്റെ പ്രാണനെ, എൻ്റെ ജീവനെയാണ് പീഡിപ്പിക്കുന്നത്. കണ്ണിന് വല്ല പ്രശ്നമുണ്ടോ? അതിന് കുറേ കണ്ടാൽ മതിയല്ലോ അല്ലേ? കുറേ കാണണം, അതാണ് അതിൻ്റെ ആഗ്രഹം. പക്ഷേ പ്രാണൻ പിടയുന്നത് എൻ്റേതാണ്, അത് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ഭാവമുണ്ട്. ഇനി ചെവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ബോധം കളഞ്ഞു പുറമേ ചുഴലും ചെവിക്കൊരാതങ്കമില്ല അടിയനുണ്ടിതു തീർക്കശംഭോ. ഭഗവാൻ പരമേശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ബോധമൊക്കെ പോയി, നമ്മൾ ബോധസ്വരൂപനായിട്ടുള്ള ഈശ്വരനെ സാക്ഷാത്കരിക്കാനുള്ള പാതയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചെവി വേണ്ടതും വേണ്ടാത്തതൊക്കെ പോയി പിടിച്ചു വരും അല്ലേ? ആകാശവാണി, റേഡിയോ അല്ലേ, സകല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്തതും ഇഷ്ടമുള്ളതും ജീവനെ പീഡിപ്പിക്കുന്ന പല കാര്യങ്ങളും കൊണ്ടുവന്ന് കേൾപ്പിക്കും. നല്ലത് മാത്രമേ കേൾക്കുക. ഭദ്രം കർണേഭിഃ ശൃണുയാമദേവ, ഇങ്ങനെയുള്ള ശാന്തി പാഠങ്ങളൊക്കെ ഉണ്ട്, നമ്മളതൊക്കെ ചൊല്ലാറുണ്ട്. പക്ഷേ ഭദ്രമായത് മാത്രമാണോ നമ്മൾ കേൾക്കാറ്? അല്ല. അത് ചെവിക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ട് വന്നാൽ മതി. ന്യൂസ് വിഷമിക്കുന്നത് എൻ്റെ ജീവനാണ്. ഇനി ത്വക്കിൻ്റെ കാര്യം പറയുന്നുണ്ട്. ത്വക്കിനു ദുഃഖമൊരു നേരവും ഇല്ലതോർക്കിൽ. ത്വക്കിനെന്താ? അതിന് കുറേ സുഖം അനുഭവിക്കണം അല്ലേ? അതിന് കുറേ സ്പർശന സുഖം അനുഭവിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ, അതിനൊരു വിഷമമില്ല. പക്ഷേ എൻ്റെ പ്രാണൻ പിടയുന്നത് അങ്ങ് കേൾക്കുന്നുണ്ടോ ഭഗവാനെ? പരമശിവ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി വേറൊരു പ്രബലമായ ഇന്ദ്രിയത്തിനെ പറഞ്ഞുകൊണ്ട് ഇപ്പം നമുക്ക് അത് അവസാനിപ്പിക്കാം. ആ കൃതിയുടെ ഭാഗം എന്താണെന്ന് വെച്ചാൽ, നാവിനെഴുന്ന നരകക്കടൽ എന്നാണ് അദ്ദേഹം, ശ്രീനാരായണ ഗുരുദേവൻ, നാവിനെ വിശേഷിപ്പിച്ചത്. കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട് ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിനെയൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ അല്ലേ? കപ്പൽ എവിടെ ഓടുക? കടലിൽ. ആ കടലിപ്പോൾ എവിടെയുണ്ട്? നമ്മുടെ നാവിലുണ്ട്, വായിലുണ്ട് ആ കടൽ. ആ കടൽ വെറും കടലല്ല. ഇവിടെ ഗുരുദേവൻ പറയുന്ന കടൽ നരകക്കടലാണ്. എന്ത് കിട്ടിയാലും തിന്നണം തിന്നണം എന്നുള്ള ആ ഒരു തോന്നൽ. വ്രത ദിവസം പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ജിഹ്വയെ ജയിക്കാൻ സാധിക്കുന്നില്ല. ഏതൊരു ഇന്ദ്രിയത്തെ ജയിച്ചാലാണോ എല്ലാ ഇന്ദ്രിയത്തെയും ജയിക്കാൻ പറ്റുക? അതാണ് നാക്ക്. ജിതേ ജിഹ്വേ ജിതേ സർവേ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാക്കിനെ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും പെട്ടെന്ന് വശത്തിലാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഇതിനെ ജയിക്കുക പ്രയാസം. ഇപ്പം നമ്മൾ പറയാറുണ്ട് ഷുഗർ ഫാക്ടറിയാണ് കേരളം അല്ലേ? എന്ത് കഴിക്കണ്ട, മധുരം കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ മധുരം കഴിക്കാനുള്ള ടെൻഡൻസി അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്താണോ കഴിക്കേണ്ടാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ മനസ്സ് ചെന്ന് ഒട്ടും, നാവ് ചെന്ന് അതിലൊട്ടും. നമുക്കറിയില്ല ഇത് നാവിൻ്റെ രസമാണെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കണത്. നാവിനാണോ രുചിയുള്ളത്? നാവിന് ഇതെല്ലാം കഴിച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ ഒരു ഹോമകുണ്ഡം നമ്മൾ ചിന്തിക്കുക, ഒരു ഹോമകുണ്ഡത്തിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് സമർപ്പിക്കുക? ഇപ്പോൾ വീട്ടിൽ ഹോമം ചെയ്താലും ക്ഷേത്രത്തിൽ ഹോമം ചെയ്താലും നെയ്യ്, ചമത, എള്ള് തുടങ്ങിയിട്ടുള്ള സുഗന്ധപൂരിതമായിട്ടുള്ള വസ്തുക്കൾ, മലര്, അവില് തുടങ്ങിയിട്ടുള്ള ദ്രവ്യങ്ങൾ നമ്മൾ ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിക്കും. അതിൽ നിന്ന് ഉയരുന്ന വായു, അതിൽ നിന്ന് വരുന്ന പുക നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുമോ ഇല്ലയോ? ശുദ്ധീകരിക്കുമോ?
തീർച്ചയായിട്ടും ശുദ്ധീകരിക്കും അല്ലേ. നമുക്ക് ആ പുക കൊണ്ട് കണ്ണിന്ന് വെള്ളമൊക്കെ പോവും, ആ ഒരു കരച്ചിലവിടെ വരും അല്ലേ, കണ്ണുനീര് വരും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. കണ്ണുനീരിൽ പോലും സയൻസ് പറയുന്നത് ലൈസോസൈം എന്ന് പറയുന്ന ഒരു രാസാഗ്നിയുണ്ട്, അത് അണുക്കളെയൊക്കെ ശുദ്ധീകരിക്കും, കണ്ണ് ശുദ്ധമാകും. അപ്പോൾ ഒരു ഹോമം നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിസരവും അതിൻ്റെ ആ വായു ശ്വസിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ വേറൊരു ഹോമം കൊണ്ടുണ്ട് നമ്മൾ ഹോമം ചെയ്യണത്, അതാണ് നമ്മളുടെ വയറ് അല്ലേ. അവിടെ വൈശ്വാനരഗ്നിയായിട്ട് ജഠരാഗ്നിയായിട്ട് ആരുണ്ട്? ഭഗവാൻ തന്നെ പച്ചാമ്യന്നം ചതുർവിധം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിച്ചുകൊണ്ട് ദാഹകാഗ്നിയായിട്ട് എവിടെയുണ്ട് ഞാൻ? നിങ്ങളുടെ ഉദരത്തിലുണ്ട്. പക്ഷേ നമ്മൾ ഈ ചമതയിട്ട പോലെയും എള്ളിട്ട പോലെയും ഈ സുഗന്ധ വസ്തുക്കൾ ഹോമകുണ്ടത്തിൽ ദ്രവ്യമായി സമർപ്പിച്ചതുപോലെയാണോ അകത്തേക്ക് ഇടുന്നത്? ഈ ഹോമകുണ്ടത്തെ നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. കരിച്ചതും പൊരിച്ചതും മട്ടൻ ഒലത്തിയതും ഒലത്താത്തതും ഒക്കെ നമ്മൾ കഴിക്കാറില്ലേ? ഇതൊക്കെ ഇങ്ങനെയുള്ള മാംസഭക്ഷണങ്ങൾ വീട്ടിലുണ്ടാക്കിയാൽ തന്നെ അടുത്ത വീട്ടിൽ മണം വരും. അവർ ചോദിക്കും എന്താ കരിയണേ ചോദിക്കും, എന്താ പുകയണേ ചോദിക്കും. അപ്പോൾ ഇത്രയും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എനർജി ഈ ഹോമകുണ്ടത്തിലേക്ക് ഇടുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏത് തരത്തിലുള്ളതായിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന എനർജി നമ്മളെ പലപ്പോഴും സുഖിപ്പിക്കാറില്ല. രാത്രി 12 മണി, പണ്ട് ഭക്ഷണ വ്യവസ്ഥ കൃത്യമായിരുന്നു. ഇപ്പോൾ രാത്രി 12 മണിക്കൊക്കെ കഴിച്ചു വന്ന് ഇട്ട ഡ്രസ്സ് പോലും സോക്സ് പോലും ഊരാതെ അങ്ങനെ മലർന്നടിച്ച് കടന്നു. രാവിലെ എഴുന്നേറ്റു, കണ്ണൊക്കെ അങ്ങനെ തൂങ്ങിയിട്ടാണ് നിൽക്കുക, ഒരു ഡൾനെസ് അല്ലേ. നമുക്ക് പുറത്ത് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ക്ഷീണിപ്പിച്ച് കളയും. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, നാവിൽ നിന്നെഴുന്ന നരകക്കടൽ എന്നാണ് പറയുന്നത്. അപ്പം നാവിനാണ് രുചിയുള്ളതെങ്കിൽ ഇപ്പം നാക്ക് മുറിച്ചിട്ട് ഒരു ലഡുവിൽ വെക്കുക, ഒരു ജിലേബിയിൽ വെക്കുക, അത് മധുരം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്താ കാരണം? നാവിൻ്റെ അല്ല ഈ മധുരം, കണ്ണിൻ്റെ അല്ല ഈ കാഴ്ച എന്നുള്ള അനുഭവം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഇതിനെയൊക്കെ ഈ ഇന്ദ്രിയങ്ങളെ ഈ വഴി ഉപയോഗിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ആത്മവസ്തു ഉള്ളിലില്ലാതെ ഇതിനൊന്നും പ്രവർത്തിക്കാനേ സാധിക്കില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പോയി ബന്ധിക്കുന്നതോ, കണ്ണ് കാണുന്നതിലും ചെവി കേൾക്കുന്നതിലും നാവ് പറയുന്നതിലും രുചിക്കുന്നതിലും ഒക്കെ ബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ അതാണ് മായ. അതിവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പ്രകൃതി പുരുഷ വിവേചനം എന്ന് പറഞ്ഞ് ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കും. ഭഗവാൻ സൃഷ്ടിക്കുന്നതാണ് ഈ മൂലപ്രകൃതിയാകുന്ന മായയെ. അപ്പം മായയെ ജയിക്കണമെങ്കിൽ അതിനെ തന്നെ ഉപയോഗിക്കണം. താഴെ ഒന്ന് വീണ കൈകുത്തി തന്നെ എഴുന്നേറ്റ് വരേണ്ടതുപോലെ തന്നെ, മനസ്സിനെ കൊണ്ട് തന്നെ മനസ്സിനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത് പോലെ തന്നെ ഈ മായയെ കൊണ്ട് തന്നെ മായയെ ജയിക്കുവാനുള്ള ശക്തി, ഇത് വലിയൊരു അതിന് വലിയ പ്രബലമായൊരു ശക്തിയുണ്ട്. അതിനെ പറഞ്ഞു കൊടുക്കുന്ന ദർശനമാണ് സാങ്ക്യദർശനം എന്ന് പറയുന്നത്. പ്രകൃതി പുരുഷ വിവേചനം, പ്രകൃതിയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചുള്ള പരമമായ അറിവ്. അപ്പോൾ ഭഗവാനിൽ നിന്നാണ് ഈ മൂലപ്രകൃതിയായിട്ടുള്ള മായ ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് മഹത്വത്വം ഉണ്ടായി, അതിൽ നിന്ന് അഹങ്കാരമുണ്ടായി, അതിൽ നിന്ന് ഈ പഞ്ചഭൗതിക സൃഷ്ടി ഉണ്ടായി. എല്ലാം അതിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടായതാണ്. പക്ഷേ നമ്മൾ ഉണ്ടായതിലാണ് കിടക്കണത്, ഇതിൻ്റെ സ്രോതസ്സിലേക്ക് നമ്മൾ ആ പൂർവ്വസ്ഥിതിയിലേക്ക് പോകുന്നില്ല അല്ലേ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും ആ പണ്ടേ കണക്കുള്ള ആ പൂർവ്വ സ്രോതസ്സിലേക്ക് മടങ്ങിപ്പോവണം എന്നുള്ളൊരു ഭാവം നമുക്ക് പതുക്കെ പതുക്കെ അഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ വിവേകത്തെ സാങ്ക്യദർശനം, സാങ്ക്യയോഗം എന്ന് പറയുന്നു. നമ്മൾ ഷഡ്ദർശനങ്ങളിലൊരു സാങ്ക്യദർശനമുണ്ട്. അതിൻ്റെ ഉപജ്ഞാതാവ് ഒരു കപിലമുനിയാണ്. അതും ഇതും വ്യത്യാസമുള്ളതാണ് കേട്ടോ. അതൊരു നിരീശ്വരവാദം പോലെയാണ് ഉള്ളത്. പക്ഷേ ഇവിടെയുള്ള സാങ്ക്യോപദേശം, സാങ്ക്യദർശനം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവത് അവതാരമായിട്ടുള്ള കപിലവാസുദേവൻ ദേവഹൂതിയാകുന്ന ഒരു ഗൃഹസ്ഥാശ്രമിയെ മുൻനിർത്തി, നമുക്കൊക്കെ ഉള്ള, നമ്മൾ പലതിലും ബന്ധിച്ച് പ്രാരബ്ധങ്ങളിലാണ് കഴിയുന്നത്, നമ്മളെ മുൻനിർത്തി ഉപദേശിക്കുന്നൊരു വേദാന്തമാണ് എന്നുള്ള ഭാവത്തിലേക്ക് നമ്മൾ വരണം. അപ്പോൾ ഈ ഒരു വിവേകമുണ്ടായാൽ പ്രകൃതി വേറെ, പുരുഷൻ വേറെ. പുരുഷനുമാണ് ചിത്ത് എന്ന് പറയുന്നത്. സത്ത് എന്താണ്? ഈ പുരുഷനാണ്, അസംഗ പുരുഷനാണ്, സാക്ഷാൽ ഈശ്വരൻ, ഒരു എനർജി എന്ന് പറയും. അതാണ് പുരുഷൻ എന്ന് പറയുന്നത്. പ്രകൃതി മറ്റൊന്നാണ്. പ്രകൃതിയിൽ പുരുഷ ചൈതന്യം ആവേശിച്ചിട്ടുണ്ട് സത്യം. പക്ഷെ നമ്മൾ അത് പുരുഷൻ്റെ ചൈതന്യമായിട്ടല്ല കണക്കാക്കുക, ആ വസ്തുവിൻ്റെ എന്തോ ഒരു സിദ്ധിയായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ആ വസ്തുവിൽ, പ്രകൃതിയിലാണ് ബന്ധിക്കുന്നത്, ജഡവസ്തുവിലാണ് ബന്ധിക്കുന്നത് എന്നർത്ഥം. ശ്രീനാരായണ ഗുരുദേവൻ്റെ തന്നെ ചിച്ചട ചിന്തനം എന്ന് പറയുന്ന വളരെ
പ്രത്യേകതയുള്ളൊരു കൃതിയുണ്ട്, ചിത് ജഡ ചിന്തനം. ചിത്തും ജഡവസ്തുവും. ജഡം വേറെ, നമ്മുടെ ശരീരം ജഡമാണ്. ഇതിന് ശക്തി തരുന്ന പുരുഷൻ നമ്മുടെ ഉള്ളിലേക്ക് ആവേശിക്കുമ്പോഴാണ് ഇത് പ്രവൃത്തി മാർഗത്തിലേക്കും നിവൃത്തി മാർഗത്തിലേക്കും തുടർന്ന് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴാണ് പ്രകൃതി പുരുഷ ഐക്യമുണ്ടാകുന്നത്. പക്ഷേ ഈ പ്രകൃതിയാകുന്ന ഈ ജഡവസ്തുക്കളിൽ ഭ്രമിക്കായിക എന്ന് പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രകൃതി പുരുഷ വിവേകം ഇവിടെ ദേവഹൂതിയെ മുൻനിർത്തി പറഞ്ഞു തരുന്നു. പിന്നെ ഈ വിവേകമുണ്ടായാൽ എന്ത് സംഭവിക്കും? നമ്മുടെ അജ്ഞതയൊക്കെ, നമ്മുടെ ഈ അറിവില്ലായ്മയൊക്കെ മാറിക്കിട്ടും. അജ്ഞത എന്ന് പറയുന്നത് വളരെ വലിയൊരു ശക്തിയുണ്ട് അല്ലേ? നമ്മൾ പറയാറില്ലേ എപ്പോഴും ഉദാഹരണം, ഒരു കയറ് കാണുമ്പോൾ അതിന് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുക. അപ്പോൾ കയറിൽ ഒരു അജ്ഞതയുടെ ശക്തി ബാധിച്ചപ്പോൾ, നമ്മുടെ കണ്ണുകളിൽ ആ ശക്തി ബാധിച്ചപ്പോൾ ഉള്ളതിനെ മറച്ചു, കയറിനെ മറച്ചു. ആവരണം എന്ന് പറയും, ആവരണ ശക്തി. ഈ മായ വളരെ വലിയൊരു പ്രബലമായൊരു ശക്തിയാണ്. അതിന് ജയിക്കണമെങ്കിൽ തീവ്ര സാധനകൾ വേണം. അപ്പോൾ ഉള്ളതിനെ മറച്ചു, ആവരണ ശക്തി. ഇല്ലാത്തതിനെ തോന്നിപ്പിച്ചു. ഇല്ലാത്തത് എന്താ? പാമ്പ്. പാമ്പിനെ കയറിൽ നമുക്ക് കയറ് കണ്ടപ്പോൾ പാമ്പാണെന്ന് നമ്മൾ അങ്ങോട്ട് തോന്നി, വിചാരിച്ചു. അതാണ് വിക്ഷേപം. പക്ഷേ ഈ വിക്ഷേപമാവരണം, ഈ രണ്ടു ശക്തികൾ നിങ്കേന്നുദിച്ചവകൾ നാരായണായ നമ എന്നല്ലേ നമ്മൾ പാടുക. ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ മുല്ലപ്രകൃതി, ഈ മായ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അതിൽ പെട്ട് ഭ്രമിക്കുകയാണ്, ഭഗവാനിൽ എത്തണില്ലല്ലോ. ഇതിനെ ജയിക്കണം എന്നുള്ളൊരു വാഞ്ച ഇവിടെ ദേവഹൂതിക്ക് ഉണ്ടായതുകൊണ്ട് കപില വാസുദേവനിൽ ശരണാഗതി പ്രാപിച്ചപ്പോൾ അദ്ദേഹം നിരവധി തത്വങ്ങളിലൂടെ ദേവഹൂതിയെ ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഒരു പശുവിനെ മേയാൻ വിട്ടു. അതിന് ധാരാളം സ്ഥലത്തുനിന്ന് മേഞ്ഞ് സ്വതന്ത്രമായി മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്ഥലമാണ്? അപ്പോഴാണ് തോന്നി അങ്ങോട്ട് പോണ്ട, അത്ര സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറഞ്ഞൊരു കുറ്റിയെടുത്ത് തറച്ചിട്ട് അതിനെ കെട്ടിയിട്ടു. നേരത്തെ സ്വതന്ത്രമായിട്ട് എല്ലാവരുടെയും മേഞ്ഞു നടന്ന പശുവിന് ഇപ്പോൾ അതിൻ്റെ സ്ഥലം ചുരുങ്ങി അല്ലേ? നിശ്ചിത വൃത്തത്തിൽ മാത്രമേ അതിന് ചുറ്റാൻ പറ്റുള്ളൂ, നിശ്ചിത സ്ഥലത്ത് മാത്രമേ അതിന് മേയാനായിട്ട്. അതിൻ്റെ സ്വാതന്ത്ര്യം പാരതന്ത്ര്യത്തിലാണ്. ഇതുപോലെ മനസ്സുകൊണ്ട് എവിടെയും എത്താം, മനസ്സുകൊണ്ട് വളരെ സ്വാതന്ത്ര്യമുണ്ട്, എവിടെയും സഞ്ചരിക്കാം. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഭഗവാനിലേക്ക് എത്തേണ്ട ഈ മനസ്സ് പല വിഷയങ്ങളിലും ബന്ധിച്ചിരിക്കുകയാണ്. ഈ കുറ്റി തറച്ച് പശുവിനെ കെട്ടിയിട്ടതുപോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഗൃഹത്തിൽ, ആളുകളുടെ മേലെ, വസ്തുക്കളിൽ ഈ പശുവിനെ, ഈ വിഷയമാകുന്ന ഈ മനസ്സിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പരിധി ഗൃഹാന്തകൂപേ എന്നല്ലേ പറയാ, ഗൃഹമാകുന്ന പൊട്ടക്കിണർ എന്നും ഭാഗവതം പറയുന്നുണ്ട്. അതിൽ പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്, സ്വാതന്ത്ര്യമില്ല മനസ്സിന് സഞ്ചരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ കുറ്റി പൊട്ടിച്ച് വന്ന് ഭഗവാങ്കൽ ശരണാഗതി അടയാൻ സാധിക്കും. അപ്പോൾ ഈ അജ്ഞത മാറി, നമ്മുടെ അജ്ഞതയൊക്കെ മാറി. ഇപ്പോൾ കപില വാസുദേവർ എന്തൊക്കെ തത്വങ്ങളാണ് പറഞ്ഞു തന്നേലേ, നമ്മുടെ അറിവില്ലായ്മയൊക്കെ മാറി. ഇനി നമ്മൾ ഭക്തിയിൽ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്തു, മായയെ ജയിച്ചു, നമ്മളൊക്കെ മായയെ ജയിച്ചു. പക്ഷേ ഒരു സംശയം ദേവഹൂതിക്ക്, ഈ മായയെ ജയിച്ച് ഭഗവത് സാക്ഷാത്കാരം നേടിയാൽ പിന്നെ എപ്പോഴെങ്കിലും ഈ മായ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുമോ? മായയെ ജയിച്ച, ഇപ്പം നമ്മൾ മായയെ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്, പെട്ടെന്ന് മായ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടെ ഇറങ്ങിപ്പോവും. അങ്ങനെ സംഭവിക്കുമോ ഭഗവാനെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഭഗവാൻ പറയുന്ന ഒരു ഉദാഹരണം നോക്കൂ. ഭുക്ത്വ ഭോഗ പരിത്യക്ത്വ ദൃഷ്ടദോഷാച്ച നിത്യശാം നേശ്വരസ്യാശുഭം ധത്തേ സേ മഹിം നിസ്ഥിതസ്യ ച. 27-ാം അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകം പറയുന്നു, ഒരു മാമ്പഴം തിന്നുകൊണ്ടിരിക്കുക. മാമ്പഴം നല്ല ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും കയ്യിൽ നിന്ന് വഴുക്കി പോയി, താഴെ മണ്ണിൽ വീണു. പോയത് പോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം ആ ഒരു വിചാരം നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തോന്നി, അയ്യോ ഞാൻ മുഴുവൻ കഴിച്ചിട്ടില്ലല്ലോ, അതിന് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് തെന്നി വീണില്ലേ. അപ്പോൾ ആരോടും ചോദിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെടുത്ത്, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ, അതിനെടുത്ത് കഴുകിയിട്ട് വീണ്ടും നുണയാനായിട്ട് തുടങ്ങും. ഇതെന്താ കാര്യം? ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്താണ് അവസ്ഥ? ഭുക്തഭോഗ, ആ ഭോഗം മുഴുവനായിട്ട് അനുഭവിച്ചിട്ടില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും താഴെ വീണു. നമ്മൾ സ്വയം വലിച്ചെറിഞ്ഞതൊന്നുമല്ല, താഴെ വീണതാണ്. അപ്പോൾ അത് മുഴുവൻ കഴിക്കുക. മുഴുവൻ ഭുജിച്ചു കഴിഞ്ഞ് പരിത്യക്ത്വ, അതിനെ ഉപേക്ഷിച്ചു. മാങ്ങയുടെ ചണ്ടി വലിച്ചു ദൂരെ എറിഞ്ഞു. പിന്നെ അത് പശു വന്ന് തിന്നാലും പട്ടി വന്ന് എടുത്തിട്ട് പോയാലും നമുക്ക് വിഷമമുണ്ടാവുമോ? വിഷമമുണ്ടോ? ഇല്ല. കാരണം എന്താ? ആ ഭോഗം നമ്മൾ മുഴുവനായി അനുഭവിച്ച ശേഷമാണ് സ്വയമേവ നമ്മൾ വലിച്ചെറിഞ്ഞതാണ്. ഇനി അതിൽ മനസ്സ് ഒട്ടുകയേയില്ല.
എന്തൊരു മനോഹരമായ ഉദാഹരണമാണ് നോക്കൂ. ഇതുപോലെ മായയെ ഇവിടുന്ന് പുറത്താക്കി, പിന്നെ അതിലേക്ക് ശ്രദ്ധ പോവുകയില്ല. ഭഗവാനിൽ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്, ഭഗവത് ചരണാരവിന്ദങ്ങളിൽ മുറുക്കെ പിടിച്ചിരിക്കുകയാണ് നമ്മൾ. ഇനി ഒരിക്കലും മായ നമ്മളെ ഇളക്കാനായിട്ട് വരില്ല. പിന്നെ നമ്മുടെ തപസ് മുടക്കാനായിട്ട് ഒരു മേനകയും രമ്പയും തിലോത്തമയും വരില്ല. വന്നാലും നമ്മൾ തിരിഞ്ഞു നോക്കാൻ പോണില്ല. അതാണ്, ഒരു പ്രാവശ്യം ഇതിനെയൊന്ന് അധികരിച്ചാൽ നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ഭുക്തഭോഗ പരിത്യക്ത ദൃഷ്ടദോഷാച്ച നിത്യശാം. ശരി, ഒരു മാങ്ങയോ എന്തെങ്കിലും ഫ്രൂട്ട് നമ്മുടെ കയ്യിൽ കിട്ടി, അതിലെന്തെങ്കിലും അതിൽ തൊലിയിൽ കറുപ്പോ എന്തെങ്കിലും കേടുപാടോ അതിലൊരു പുഴുവോ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്കിത് വേണ്ട, ഇത് കഴിച്ചാലേ നമ്മുടെ വയറ് കേടാവെന്ന് പറഞ്ഞാൽ നമ്മളതിനെ വലിച്ചെറിയും. അത് സ്വയമേവ വലിച്ചെറിഞ്ഞതാണ്. പിന്നെ അതിനെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് നടക്കാറുണ്ടോ? ഇല്ല. അത് പരിത്യക്ത്വ ദൃഷ്ടദോഷ, അതിലൊരു ദോഷം കണ്ടിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞതാണ്. പിന്നെ ഒരിക്കലും നമ്മൾ അതിനെ തിരിഞ്ഞ് നോക്കില്ല. അതാണ് ഭോഗം, അതിൻ്റെ ലൗകിക സുഖഭോഗങ്ങളാവട്ടെ, അത് അതിൻ്റെ മാക്സിമത്തിൽ അനുഭവിച്ച ഒരാൾക്ക് തീവ്രമായ ഭക്തി സാധനയിലേക്ക് വരാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. കുന്തിദേവി അത് ഏറ്റവും വലിയ ഉദാഹരണം ആദ്യമായിട്ട് ഭാഗവതം കൊണ്ടുവരുന്നത് അല്ലേ. സുഖഭോഗങ്ങളുടെ ഏറ്റവും ഉന്നത തലത്തിൽ കഴിഞ്ഞിരുന്നൊരു സ്ത്രീയാണ്. എന്നിട്ട് അതൊക്കെ അനുഭവിച്ചു, അതിൻ്റെ പൂർത്തീകരണം അത് ഭംഗിയായിട്ട് പര്യവസാനിപ്പിച്ചു. ഭോഗങ്ങളൊക്കെ അതിൻ്റെ പരിപൂർണതയിൽ അനുഭവിച്ചു. നമ്മൾ എന്താണെന്നറിയോ, ഈ മാമ്പഴം തിന്ന പോലെ കുറച്ചേന്ന് ഉണങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെയും പിന്നെയും നമ്മുടെ ശ്രദ്ധ എവിടേക്കാണ്? ഈ മാങ്ങയിലേക്കാണ്. എനിക്ക് ഇന്ദ്രിയ വൈരാഗ്യമൊക്കെ വന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഗൃഹസ്ഥാശ്രമമൊക്കെ വിട്ട് സന്യസിക്കാൻ പോയാലും, കാവ്യ ധരിച്ചാലും, വലിയ മാലയൊക്കെ ഇട്ടാലും, താടി വളർത്തിയാലും, മുടി വളർത്തിയാലും നമ്മുടെ ഉള്ളിൽ മറ്റാശ്രമങ്ങളിലൊക്കെ എന്തോ ഉണ്ട്. കാരണം എന്താ? വിഷയങ്ങൾ പൂർണ്ണമായും അനുഭവിച്ചിട്ടില്ല. ആ ഭോഗം പരിപൂർണതയിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയൊക്കെ ശ്രദ്ധ എവിടെയാണ്? വേഷം മാത്രം മാറി, ആശ്രമത്തിൻ്റെ വേഷം മാത്രം മാറി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ശ്രദ്ധ എന്താണ്? ഉള്ളിലൊരാഗ്രഹമുണ്ട്, കാമം. അതിനെ ഭാര്യ എന്ന് പറയും. ഇനി കാമം മാത്രം അല്ലല്ലോ, കാമാനുജൻ എന്ന് ക്രോധത്തെ ഇതിൽ പറയുന്നുണ്ട്. മാത്രമല്ല, കാമം വന്നു കഴിഞ്ഞാൽ ക്രോധം, മോഹം, മതം, മാത്സര്യം, ഡംബ്, അസൂയ ഇതൊക്കെ കൂടെ കൂടെ വരികയും ചെയ്യും. അതൊക്കെ മക്കളുമാണ്. അപ്പോൾ ഭാര്യയായി, മക്കളുമായി. പുറമേക്ക് കല്യാണവും കഴിച്ചിട്ടില്ല, ഗൃഹസ്ഥാശ്രമവും ഇല്ല, എല്ലാം സന്യസിച്ച മട്ടിലാണ് ഇരിക്കണത്. പക്ഷെ ഉള്ളിൽ സകുടുംബമാണ് ഇരിക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മളുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ ആയിത്തീരുന്നത് ഭോഗങ്ങൾ അതിൻ്റെ പരിപൂർണതയിൽ അനുഭവിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അത് പൂർണ്ണമായി അനുഭവിച്ച പിന്നെ അതിനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. എപ്രകാരമാണോ മാമ്പഴം പൂർണ്ണമായും ഭുജിച്ചു വലിച്ചെറിഞ്ഞത്, അതുപോലെ നമ്മുടെ മനസ്സ് ഈശ്വരപാദങ്ങളിൽ നേശ്വരസ്യ ശുഭം ധത്തേ, സ്വതന്ത്രനായ ഒരു പുരുഷനെ മായ വീണ്ടും ഇളക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സബീജയോഗം, സഗുണയോഗം ഒക്കെ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സഗുണോപാസനയിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ നിർഗുണോപാസനയിലേക്ക് ശ്രദ്ധ വയ്ക്കാൻ ഭഗവാൻ ഇവിടെ ദേവഹൂതിയോട് പറയാണ്. ദേഹം ച ന ചരമസ്ഥിതമുദ്ധിതം വാ സിദ്ധോ വിപശ്യതി യഥോധ്യകമൽസ്വരൂപം ദൈവാദുപേതമധ ദൈവവശാതപേതം വാസോ യഥാ പരികൃതം മതിരാമദാന്ത എന്നാണ് 28ാമത്തെ ശ്ലോകം. 28ാം അധ്യായത്തിൽ 37ാമത്തെ ശ്ലോകം നമ്മളോട് പറയുന്നു. ഒരു നിർവികൽപ്പ സമാധിസ്ഥനെ പോലെ, ഒരു സ്ഥിതപ്രജ്ഞനെ പോലെ, ഭഗവാൻ ഗീതയിൽ പറയുന്ന ഒരു സ്ഥിതപ്രജ്ഞാവസ്ഥയൊക്കെയുണ്ടല്ലോ. ഏതൊരു പ്രതിസന്ധി വന്നാലും ഭാവഭേദമില്ലാതെ നിൽക്കാൻ കഴിയുന്നൊരവസ്ഥ. പുറമേക്ക് ചിലപ്പോൾ വർത്തമാന ലോകത്തിലൊക്കെ ഇടപെട്ടണ പോലെയൊക്കെ തോന്നും. ഇപ്പോൾ ദശരഥൻ സമാധിസ്ഥനായി എന്ന് കേട്ടതും രാമൻ കാട്ടിൽ വെച്ചിട്ടാണ് ഈ വാർത്ത അറിയണത്, തൻ്റെ പിതാവ് മരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ആ നിലത്ത് കിടന്ന് ഉരുണ്ട ഒരു പ്രാകൃതനെ പോലെ കരഞ്ഞു ശ്രീരാമചന്ദ്രൻ. പക്ഷേ യഥാർത്ഥത്തിൽ സ്ഥിതപ്രജ്ഞനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ആ ഒരു പ്രജ്ഞയിലിരിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രാകൃതമായ പല ചേഷ്ടകളും പുറമേക്ക് കാണിക്കുമായിരിക്കാം, പക്ഷേ മനസ്സ് ആ ഭഗവത് അനുഭൂതിയിൽ വർത്തിക്കുന്ന ഒന്നാണ്. സീതയെ കണ്ടില്ല, സീതയെ കാണാനില്ല. പ്രകൃതിയോട് മുഴുവൻ ക്വസ്റ്റ്യൻ ചോദിച്ച് പ്രകൃതിയോട് മുഴുവൻ ആരാഞ്ഞു എവിടെ എൻ്റെ സീത എന്ന് പറഞ്ഞ് കരഞ്ഞ് വിലപിച്ച് നടന്നൊരു പ്രാകൃതനെയും രാമായണത്തിൽ നമുക്ക് കാണാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റ് ആണ് അല്ലേ. എല്ലാത്തിനോടും ബന്ധപ്പെടുന്ന പോലെ നമുക്കൊക്കെ പുറമേക്ക് തോന്നും, പക്ഷേ ഉള്ളിൽ ശാന്തമായി ആ ബ്രഹ്മാനുഭൂതിയെ നുകരുന്ന ഒരാളായിരിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു മദ്യപാനിയെ പോലെ നിർവികൽപ്പ സമാധിയിലെ മദ്യലഹരി നന്നായി ആസ്വദിച്ച ഒരാൾ, അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഉരിഞ്ഞു പോയാൽ കൂടി, ഉടുതുണി അഴിഞ്ഞു പോയാൽ കൂടി അറിയോ അല്ലേ?
അദ്ദേഹം താൻ വസ്ത്രം ഇട്ടിട്ടുണ്ടെന്ന് പോലും ബോധം അദ്ദേഹത്തിന് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അതുപോലെ നമ്മുടെ ഉള്ളിൽ ആ നിർവികൽപ്പ സമാധിസ്ഥനായി നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരം, മനസ്സ്, ദേഹഗേഹങ്ങൾ ഇതിലൊന്നും നമുക്ക് ബന്ധം ഉണ്ടാവില്ല. ഇനി അഥവാ നമ്മൾ കണ്ണ് തുറന്നാൽ കൂടി നമുക്ക് കാണാൻ പറ്റുന്നത് മുഴുവൻ ആരായിരിക്കും? യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. എല്ലാം ഭഗവാനാണെന്നേ തോന്നുള്ളൂ. അപ്പം ആ സമാധിസ്ഥനായ ആ പ്രജ്ഞാവസ്ഥ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞ ഒരാൾ പിന്നെ പ്രാരബ്ധപ്പടി ശരീരം എന്ത് കർമ്മം ചെയ്യേണ്ടി വന്നാലും, കുചേലോപാഖ്യാനമൊക്കെ പറയുമ്പോൾ പറയും, ഒരു പശുവിൻ്റെ കഴുത്തിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു മാല ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഗോപൂജയ്ക്കൊക്കെ ചെയ്യാറുള്ളതാണ്, നല്ലൊരു മാല ഇട്ട് കൊടുക്കുക. പശുവിന് തോന്നുമോ, ഈ മാല വളരെ അന്തസ്സായിട്ടുണ്ട്, ഇതെനിക്ക് ഇടുമ്പോൾ എന്താ ഭംഗി എന്നെ കാണാൻ എന്ന് പശു വിചാരിക്കുമോ? ഇനി പതുക്കെ പതുക്കെ ഓരോ പൂക്കളായിട്ട്, ഓരോ പുഷ്പങ്ങളായിട്ട് അതിൽ നിന്നും ഉതിർന്നു വീണാലും അതിന് വിഷമം ഉണ്ടാവൂ? അയ്യോ എത്ര നല്ല മാലയായിരുന്നു, അത് നഷ്ടപ്പെട്ടാൽ എനിക്ക് വിഷമാവുമെന്ന് ചിന്തിക്കുമോ? ഇല്ല. അതുപോലെ പ്രാരബ്ധപ്പടി എന്ത് കർമ്മം ചെയ്യേണ്ടി വന്നാലും ഒരു സ്ഥിതപ്രജ്ഞന്, ഒരു നിർവികൽപ്പ സമാധിയിൽ എത്തിയ ആൾക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ളതാണ്. മായയെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ച് ദേവഹൂതിയോട് പറയുന്ന ഒരു ഭാവമാണ്. അപ്പോൾ ഇനി കണ്ണു തുറന്നാൽ തന്നെ കാണുന്നത് മുഴുവൻ ഭഗവത് സ്വരൂപങ്ങളാണ്. സകലതിനെയും ആത്മാവിലും സകലത്തിലും ആത്മാവിനെയും ദർശിക്കുവാനുള്ളൊരു ശക്തി നമ്മുടെ കണ്ണിന് വന്നു കഴിഞ്ഞു. ആ ഇന്ദ്രിയങ്ങൾക്ക് ആ ശക്തി വന്നു. ഇതാണ് ഇന്ദ്രിയ വൈരാഗ്യം എന്ന് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് ഇവർ പരിവർത്തനപ്പെട്ടു എന്നുള്ളതാണ്. സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി. എല്ലാറ്റിനെയും ആത്മാവിലും എല്ലാത്തിലും ആത്മാവിനെയും ഈ ക്ഷേതാനന്യഭാവേന ഭൂതേഷു വദതാത്മതാം എന്ന് ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമാണ്. സബീജ സമാധി എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഭക്തിയോഗം വിസ്തരിച്ചു കേൾക്കണം, ഭക്തിയോഗം എനിക്ക് വിസ്തരിച്ചു കേൾക്കണം, എനിക്ക് ഇനിയും പോരാ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ദേവഹൂതിയെ കണ്ടപ്പോൾ അദ്ദേഹം തുടരുകയാണ്. ദീയമാനാംന ഗൃഹണന്തി വിനാമത്സേവനം ജനാഹാം. അപ്പോൾ ഓരോരുത്തരും പല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഭഗവാനെ സമീപിക്കുക. ചിലർ താമസഭാവ ഭക്തി, വലിയ എന്താ പറയുക, ഭൂതപ്രേത പിശാചാദികളെയൊക്കെ അവർ പൂജിക്കും. അതിപ്പോൾ വല്ലവരെയും കൊള്ളയടിക്കാനോ കൊല ചെയ്യാനോ ഒക്കെ ആയിരിക്കും, അതിൻ്റെ താമസഭാവമാണ് അതിന്. ഇനി വേറൊരു കൂട്ടർ തൻ്റെ ആഗ്രഹ നിവർത്തിക്കായിട്ട് ഭഗവാനെ ഭജിക്കും. ഭഗവാനെ എനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞ് ഭജിക്കുന്നവർ, രാജസഭാവമാണ് അതിന്. ഇനി ചില കൂട്ടർ സാത്വിക ഭാവ ഭക്തിയിലേക്ക് വരും. അവർക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, അവരൊരു നിസ്വാർത്ഥ ഭജനമാണ് നടത്തുന്നത്. അങ്ങനെയുള്ളവരുമുണ്ട്. ഇതിനെ മൂന്നിനെയും അധികരിച്ചിട്ടുള്ള ഗുണാതീതമായിട്ടുള്ളൊരവസ്ഥയാണ് നിർഗുണഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഇവിടെ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്കെന്താ പ്രത്യേകത? ഈ നിർഗുണോപാസന ചെയ്യണവർക്ക് ഇപ്പം എന്താ പ്രത്യേകത? അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഇത്രകാലം ഭജിച്ചില്ലേ, ഭഗവാനെ പോലെ തന്നെ ഇരിക്കണു, ഇനിയിപ്പോൾ ഭജനത്തിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും, ഞാനൊന്നും ആ ഭാവത്തിൽ ചിന്തിക്കില്ല, എനിക്ക് ഭഗവാന്റെ പാദസേവ ചെയ്താൽ മതി. ഇനി വൈകുണ്ഠത്തിലെത്തിയില്ലേ, ഇനിയിപ്പോൾ എന്തിനാ ഭഗവാനെ ഭജിക്കണേ, ഭഗവാൻ തന്നെ ആയിത്തീർന്നില്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള സാലോക്യ ഭക്തി വേണ്ട എന്ന് പറഞ്ഞ് അവർ റിജക്റ്റ് ചെയ്യും. എന്നാൽ ഭഗവാന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിക്കോളൂ എന്ന് പറഞ്ഞാൽ അവരതിനെയും സ്നേഹപൂർവം നിഷേധിച്ചു കളയും. അവർക്കിതൊന്നും വേണ്ട, ഭഗവത് പാദാരവിന്ദ സ്മരണ മാത്രം മതി. അവർ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ഈശ്വരാർപ്പണമാണ്. ഇപ്പം നമുക്കും അതെ, നമ്മുടെ പ്രാരബ്ധപ്പടി നമുക്ക് ഭഗവാനെ സേവിക്കാനോ അമ്പലത്തിൽ വരാനോ ഭാഗവത സപ്താഹം കേൾക്കാനോ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ വിഷമിക്കണ്ട. ശിവമാനസ പൂജ എന്ന് പറയുന്ന ഒരു കൃതിയിൽ എല്ലാം ശിവനായിട്ട് കാണാനുള്ള, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആത്മാത്വം ഗിരിജാമതീ സഹജരാത് പ്രാണശരീരം ഗൃഹം പൂജാദേ വിഷയോപഭോഗരചന നിദ്രാ സമാധിസ്ഥിതി സഞ്ചാരപദയോർ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിരൗ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഭഗവാനോട് പറയാണ്,
ഒരാൾ ചോദിച്ചു തൻ്റെ ഗുരുവിനോട്, എനിക്ക് വീട്ടിൽ 90 വയസ്സായ അമ്മയുണ്ട്, അമ്മയെ ശുശ്രൂഷിച്ചിട്ട് എനിക്ക് അമ്പലത്തിൽ വരാൻ സമയം കിട്ടില്ല, ഞാനൊന്ന് മാറിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, എനിക്ക് പല പ്രാരബ്ധങ്ങൾ കൊണ്ട് ഇതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്കൊരു കല്ലിൽ ഈശ്വരനെ കാണാൻ സാധിക്കുമെങ്കിൽ, ഒരു വിഗ്രഹത്തിൽ ഈശ്വരനെ കാണാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യനിൽ അത് കാണാൻ സാധിക്കാത്തത്? ആ ഭാവത്തിലേക്ക് വരുന്നുണ്ട് ഇവിടെ അവസാന ഭാഗം എത്തുമ്പോഴത്തേക്കും. അപ്പം പറയാണ്, വിഷമിക്കണ്ട, ആത്മാത്വം, നിൻ്റെ ആത്മാവാണ് സാക്ഷാൽ ഭഗവാൻ പരമശിവ, അവിടുന്ന് എൻ്റെ ആത്മതത്വം തന്നെയാണ്, അത് ബോധിക്കുക. ഗിരിജാമതി, ബുദ്ധിശക്തി എന്ന് പറയുന്നത് സാക്ഷാൽ പാർവതിയാണ്, ഗിരിജാദേവി തന്നെയാണ്. സഹചരാത് പ്രാണഹ, ഇനി ശിവൻ്റെ കൂടെ ആരുണ്ടാവും? സന്തത സഹചാരികളായിട്ട് കുറേ ഭൂതഗണങ്ങളുണ്ടാവും. ഈ ഭൂതഗണങ്ങളൊക്കെ നമ്മളിൽ ആരാ? നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രബലങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ തന്നെ, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, വാക്ക്, കയ്യ്, കാല്, വായു, ഉപസ്ഥം തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങളൊക്കെ തന്നെയാണ് ഈ ഭൂതഗണങ്ങൾ എന്ന് പറഞ്ഞാൽ. ഭൂതഗണങ്ങൾ ആരുടെ കൂടെ നടക്കുള്ളൂ? എപ്പോഴും ശിവൻ്റെ കൂടെ നടക്കുള്ളൂ, ഭഗവാന്റെ കൂടെ നടക്കുള്ളൂ. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ ലൗകിക വിഷയത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഇന്ദ്രിയ വിഷയങ്ങൾ മുഴുവൻ ഭഗവാനാക്കി മാറ്റുന്ന ഒരു മാന്ത്രികം, ഒരു മാജിക് നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മുടെ ഋഷി പരമ്പര. ഇനിയോ പ്രാണശരീരം ഗൃഹം, ശരീരമാണ്, ഈ ശരീരമാണ് ഭഗവാനെ അവിടത്തേക്കുള്ള ഇരിപ്പിടം. ഒരു ആചാര്യൻ പറഞ്ഞു, ഭഗവാൻ ബിസിനസ്സിലൊക്കെ വലിയ മോശമാണെന്ന്. ഈ കുപ്പിച്ചിൽ, ഈ ജഡവസ്തു, രക്തം, മൂത്രം, മലം, മാംസം, അസ്ഥി, രേതസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഈ സാധനം കൊടുത്തിട്ടാണ് ഭഗവാൻ ഇങ്ങോട്ട് വാങ്ങിക്കണത്, അല്ലേ? പണ്ട് ബാർട്ടർ സിസ്റ്റം പഠിച്ചിട്ടില്ലേ? നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തു കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള ഒന്നിനെ വാങ്ങിക്കുക. അപ്പം നമ്മൾ ഇത് കൊടുത്തിട്ടാണ്, ഈ ജഡവസ്തു കൊടുത്തിട്ടാണ് സാക്ഷാൽ ആത്മതത്വത്തെ വാങ്ങിക്കാൻ പോകുന്നത്. ഭഗവാൻ ബിസിനസ് അറിയാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എന്ന് പറയാറുണ്ട് തമാശയായിട്ട്. അതുപോലെ ഭഗവാനോട് പറയുന്നത്, നിൻ്റെ ശരീരം എന്ന് പറയുന്നത്, ഭഗവാനെ നിൻ്റെ ഗൃഹം എന്ന് പറയുന്നത് എൻ്റെ ശരീരമാണ്. ഇനിയോ സ്തോത്രാണി സർവാഗിരവും, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഞാൻ എന്തൊക്കെയോ പറയണു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏറ്റവും കൂടുതൽ എനർജി വേസ്റ്റ് ആവുന്നത് സംസാരിച്ചിട്ടാണ്. എന്തൊക്കെയോ പറയണു, അതൊക്കെ സ്തോത്രങ്ങളാക്കി മാറ്റുവാൻ ഭഗവാനെ നീ അനുഗ്രഹിക്കണേ. നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഭഗവാനോടുള്ള വാക്കുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അസഭ്യം പറയില്ല, നമ്മൾ ചീത്ത വാക്ക് പറയാനായിട്ട് തോന്നില്ല. കാരണം നമ്മൾ മന്ത്രം ചൊല്ലുകയാണല്ലോ. ആ മന്ത്രമക്ഷരം നാസ്തി എന്നാണ് പറയുന്നത്. മന്ത്രമല്ലാത്ത ഒരൊറ്റ അക്ഷരവും ഇല്ല. നമ്മൾ പറയണതൊക്കെ മന്ത്രങ്ങൾ തന്നെ, ഭഗവത് പൂജ തന്നെയാണ്. പക്ഷേ ആ ഒരു ഭാവം, ആ ഒരു സങ്കല്പം നമുക്ക് ഉണ്ടാവാറില്ല. ഇനിയോ സഞ്ചാരപതയോർ പ്രദക്ഷിണ വിധി, രാവിലെ തൊട്ട് നടക്കാൻ തുടങ്ങിയതാണ്, ഓരോ അലച്ചിൽ പ്രാരബ്ധപ്പടി നടക്കുകയാണ്. അമ്പലത്തിലേക്ക് നടക്കണം തോന്നിയിട്ട് കുറേ കാലമായി, പക്ഷെ നടന്നിട്ടേ ഇല്ല ഇതുവരെ. എങ്കിടൊക്കെയോ പോണു കാലുകൾ. ഇതും ഭഗവാനെ നിനക്കുള്ള പ്രദക്ഷിണങ്ങളായിട്ട് മാറ്റണേ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും വിഷമം തോന്നില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും. എന്നിട്ട് അവസാനം പറയുന്നു, യദ്യത് കരോമി തത്തത് അഖിലം ശംഭോ തവാരാധനം എന്ന് വേണ്ട, ഞാൻ ചെയ്യുന്ന എൻ്റെ കർമ്മകാണ്ഡം മുഴുവൻ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ ചെയ്യണ ഓരോ പ്രവൃത്തിയും നിനക്കുള്ള പൂജകളാണ്, അർച്ചനകളാണ്, നീ തന്നെയാണ് എന്നുള്ള ഭാവം തരണേ, ആ ഒരു ഭാവത്തിലിരിക്കാൻ സാധിക്കണേ എന്നൊരു പ്രാർത്ഥന അങ്ങോട്ട് വെച്ചു കൊടുത്തു. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നമ്മുടെ ദീയമാനം ന ഗൃഹണന്തി വിനാമത് സേവനം ജനാഹ. ഇനി 29-ാമത്തെ അധ്യായം 23-ാം ശ്ലോകത്തിൽ ദേവഹൂതിയോട് പറയുന്നു, ദ്വിഷദ പരകായേമാ മാനിനോ ഭിന്നദർശിനാഹ ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തി മൃച്ഛതി എന്ന് പറയുന്നു. നോക്കൂ, ഭഗവാൻ കപിലവാസുദേവൻ ഈ പറയണ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വിഗ്രഹത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കും. പക്ഷേ ഈ ഇരിക്കുന്നവരിൽ ആരിലും ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നില്ല, അല്ലേ? ദക്ഷനൊക്കെ അങ്ങനെ തന്നെയാണ്, അല്ലേ? എല്ലാത്തിലും വലിയ പാണ്ഡിത്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ശിവനിൽ ഈശ്വരനെ കാണാൻ, ശിവനാകുന്ന ഭഗവാനെ കാണാൻ സാധിച്ചില്ല. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെ ഒരു പൂജാരി ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലേക്ക് പോണ വഴി 2-3 വീടുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുമ്പോഴാണ് ഒരു സ്ത്രീ രാവിലെ അടിച്ചു വാരുന്നു. അവരെ കണ്ടത് ഇഷ്ടമായില്ല. ഇന്നത്തെ ശകുനമേ നന്നല്ല എന്ന് പറഞ്ഞ് കാർക്കിച്ച് തുപ്പും. എന്നിട്ട് അവിടെ വിഗ്രഹത്തിൽ പോയിട്ട് പൂജ കഴിക്കും. അപ്പോൾ മനുഷ്യാകൃതി പൂണ്ട ഈശ്വരനെ കാണാൻ സാധിക്കാതെ അവിടെ ഒരു കല്ലിൽ ഈശ്വരനെ കാണാൻ സാധിക്കും.
അതെങ്ങനെ? അങ്ങനെയുള്ളവരെ ഞാൻ അംഗീകരിക്കില്ല, അവൻ എൻ്റെ ഭക്തനല്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ ഇവിടെ വിഗ്രഹാരാധന നിന്ദിക്കുകയൊന്നുമല്ല, വിഗ്രഹത്തിൽ കാണുന്ന ഈശ്വരനെ സകലത്തിലും കാണാൻ പ്രേരിപ്പിക്കുന്നൊരു ധർമ്മത്തെ ഭഗവാൻ ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. ഇതാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന, പ്രകൃതി പുരുഷ വിവേചനം എന്ന് പറയുന്ന ഭാവത്തിലേക്ക് ഉയരുന്ന ഒരു പ്രത്യേകത അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവന് ഒരിക്കലും ശാന്തി ഉണ്ടാവുകയില്ല എന്ന് ഭഗവാൻ തറപ്പിച്ചു പറയുന്ന ഒരു സംഗതി. ഇത് തന്നെ ഒരു കവിവാക്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ, അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന്. അടുത്തുള്ള ആളുടെ വിഷമം അറിഞ്ഞ് അവരെ സഹായിക്കുക. ഇനി നമ്മുടെ ശക്തിക്കൊത്ത് സഹായിക്കാനൊന്നും സാധിച്ചില്ലെങ്കിൽ അവരെ സാന്ത്വനിപ്പിക്കുക, അവരുടെ ദുഃഖത്തിൽ പങ്കാളിയാവുക, അവരുടെ സുഖത്തിൽ താനും സന്തോഷിക്കുക. അല്ലാതെ ഒരാളുടെ സുഖം കാണുമ്പോൾ ഇവിടെ ഉള്ളിൽ അസൂയ ജനിക്കുക, അങ്ങനെയുള്ള ചിലരുണ്ട്. വിദ്വേഷം ജനിക്കുക, ദ്വേഷബുദ്ധി വിനാശായ ആത്മജ്യോതിർ നമോസ്തുതേ എന്ന് പറഞ്ഞ് ദീപപ്രജ്വാലനം കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അടുത്ത വീട്ടിൽ 2 നില ഉയർന്നു ഇത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാത്ത ഏഷണകൾ ഉള്ളിലുണ്ടാവുന്നു. ഇങ്ങനെയുള്ളവരൊന്നും യഥാർത്ഥ ഭക്തരല്ല. എല്ലാറ്റിലും ഭഗവാനെ ദർശിക്കുന്നൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മളെ ഉയർത്തണം. അപ്പോൾ വിഗ്രഹാരാധനയ്ക്കൊക്കെ എവിടം വരെയാണ് പ്രസക്തി എന്ന് ദേവഹൂതി ചോദിക്കുന്നിടത്ത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്. യാവന്ന വേദ സ്വഹൃതി സർവഭൂതേഷവസ്ഥിതം 29-25 ഭഗവാൻ പറയുന്നു, തൻ്റെ ഹൃദയത്തിൽ പരമാത്മാവിനെ ദർശിക്കാത്തിടത്തോളം കാലമാണ് വിഗ്രഹാരാധനയ്ക്കും ഇതിനൊക്കെ പ്രാധാന്യം. അത് കഴിഞ്ഞാൽ വിഗ്രഹാരാധന വേണ്ട എന്നാണോ? അതിനെ നിഷേധിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ആരാധിച്ചോളൂ. പുല്ലിലും പൂവിലും തൂണിലും തുരുമ്പിലും ഒക്കെ കാണാൻ കഴിഞ്ഞാൽ ക്ഷേത്രത്തിലും ക്ഷേത്രവിഗ്രഹത്തിലും എന്തായാലും കാണുമല്ലോ. പിന്നെ വേണ്ടവർക്ക് വിഗ്രഹാരാധന ചെയ്യാം, അല്ലാത്തവർക്ക് ഇനി അത് ചെയ്തതുകൊണ്ട് വിശേഷിച്ചൊന്നുമില്ല. കാരണം എല്ലാത്തിലും ഭഗവാനെ കാണാൻ പറ്റുന്നൊരു കാഴ്ചപ്പാടിലേക്ക്. ഒരിക്കൽ ലോകമാന്യ തിലകൻ, ബാലഗംഗാധര തിലകൻ, അദ്ദേഹം അത്യുന്നത രാജ്യസ്നേഹിയായിരുന്നു, ഒരു ദേശസ്നേഹിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ സുഹൃത്ത് വലിയൊരു ഈശ്വരഭക്തനാണ്. അദ്ദേഹം രാവിലെ പൂജ കഴിഞ്ഞ് മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. എന്നാൽ നമ്മുടെ തിലകൻ നേരത്തെ കയറി ചെന്നു. അപ്പോൾ അന്ന് വിഗ്രഹാരാധന നടത്താനും ഈശ്വര പൂജ ചെയ്യാനും സമയം കിട്ടിയില്ല. അപ്പോൾ തിലകൻ്റെ അടുത്തിരുന്ന് ഒരു മുറിയിലിരുന്ന് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനോട്, ഈ സുഹൃത്തിൻ്റെ മകനോട് അവൻ്റെ അമ്മ പറയുന്നു കേട്ടു, ഇന്ന് അച്ഛന് തിലകമ്മാമൻ വന്നുകൊണ്ട് സമയമില്ല, നീ കുളിച്ച് വേഗം ശുദ്ധിയായിട്ട് വിഗ്രഹാരാധന ബിംബപൂജ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി അപ്പം തന്നെ പറഞ്ഞു, എനിക്ക് പറ്റില്ല അതൊന്നും ചെയ്യാൻ. തിലകമ്മാമൻ ചെയ്യണ്ടോ, വിഗ്രഹത്തിന് പൂജിക്കണ്ടോ? ഞാനും പൂജിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, പതുക്കെ പതുക്കെ പറയുക, അവിടെ കേൾക്കും. ഇത് കേട്ടു, തിലകൻ ഇത് കേട്ടു. പതുക്കെ അദ്ദേഹം എഴുന്നേറ്റ് വന്നിട്ട് ഈ കുട്ടിയെ അടുത്ത് ഓമനിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താ അമ്മ പറഞ്ഞത് അനുസരിക്കാത്തത്? അമ്മ എന്നോട് വിഗ്രഹ പൂജ ചെയ്യാൻ പറയണു, എന്താ കാര്യം? താങ്കൾ ചെയ്യണ്ടോ വിഗ്രഹാരാധന? ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങയുടെ ഈശ്വരനെ എനിക്കൊന്ന് കാണിച്ചു തരും. ഹിരണ്യകശിപു ചോദിച്ചതുപോലെയല്ല, വളരെ സ്നേഹത്തോടു കൂടി ഈ കുട്ടി അങ്ങയുടെ വിഗ്രഹത്തെ, ഈശ്വരനെ എനിക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ വീടിൻ്റെ മട്ടുപ്പാവിൽ കയറി നിന്നു. അവരെ കാണാൻ വേണ്ടി അനേകായിരം ആളുകൾ, അവരുടെ വിഷമം തീർക്കാൻ വേണ്ടി, നമുക്കറിയാലോ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ എന്തൊക്കെ വിഷമതകൾ, അതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടി അവരുടെ നിവേദനങ്ങളുമായിട്ട് തിലകനെ കാത്ത് പുറത്ത് നിൽക്കുകയാണ്. അവരെ കാണിച്ചുകൊണ്ട് തിലകൻ പറഞ്ഞു, നോക്കൂ, ഇവരാണ് എൻ്റെ ഈശ്വരൻ, ഇതാണ് എൻ്റെ വിഗ്രഹം എന്ന് പറഞ്ഞു കൊടുത്തു. നിനക്ക് ഇവരെ പൂജിക്കാൻ സാധിക്കുമോ? അതിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞേ ഈ ബിംബാരാധന. ഒരു ക്ഷേത്രത്തിൽ പോയാലും നമ്മുടെ അകത്തെ ബിംബത്തിൻ്റെ പ്രതിബിംബമാണ് ശ്രീകോവിലിനകത്തിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠകൾ നടത്തി. ആ കണ്ണാടിയിലൂടെ നമ്മളെ തന്നെ കണ്ട നമ്മൾ സായൂജ്യം എന്ന അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ബിംബാരാധനയും ചെയ്യില്ല, ആളുകളെയും പൂജിക്കില്ല, രണ്ടും ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ചിലർ പറയും സഗുണോപാസനയാണ് അല്ലേ, ഇതെല്ലാം വിഗ്രഹാരാധനയിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അതിനെ ആരാധിച്ചോളൂ, സാക്ഷാത്കാരം നേടിക്കോളൂ. കുറച്ച് കഴിഞ്ഞാൽ ഒരു ആചാര്യൻ പറഞ്ഞു അവരോട്, നിങ്ങൾ സഗുണമൊക്കെ വിട്ട് നിർഗുണത്തിലേക്ക് പോകണം, ഭഗവാൻ എല്ലാത്തിലും ഉണ്ടെന്ന് കാണണം. ഓ ശരി എന്ന് പറഞ്ഞ് അതിലും പോയി. വേറെ ചിലവർ നിർഗുണത്തിലും ഇല്ല, സഗുണത്തിലും ഇല്ല, വിഗ്രഹാരാധനയും ചെയ്യുന്നില്ല, എന്നാൽ സാമാന്യ ജനങ്ങളിലെല്ലാം ഈശ്വരനെ കാണാനും സാധിക്കാത്ത അവസ്ഥയിൽ
സഗുണവും ഇല്ല നിർഗുണവും ഇല്ലാണ്ട് ദുർഗുണം മാത്രമായിട്ട് ജീവിക്കുന്ന ആളുകൾ. അങ്ങനെ പാടില്ല എന്ന് തിലകൻ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ഭഗവാൻ ആ ശ്രീകോവിൽ ദർശിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ജനങ്ങളിലും ദർശിക്കുന്ന ആ ഈശ്വരനെ കുറിച്ച് പറഞ്ഞു. മയ്യർപ്പിതാത്മന പുംസ മയി സന്യസ്ത കർമ്മണ ന പശ്യാമി പരംഭൂതമകർത്തു സമദർശനാത്. സമദർശിയായി തീരുവാനുള്ള ആ ഒരു ഭാവത്തിലേക്ക് ദേവഹൂതിയെ പതുക്കെ പതുക്കെ മോചിപ്പിക്കുകയാണ്. ആ വിഷയങ്ങളിൽ ഒട്ടിച്ചേർന്ന മനസ്സിനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഭഗവാൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഭഗവാനിലേക്ക് ആക്കി മാറ്റുന്ന ഒരു മനോഹരമായ ഒരു സന്ദർഭമാണ്. പിന്നെ ധാരാളം കാര്യങ്ങൾ ഇവിടെ വിവരിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നരകവർണ്ണനയും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മളുടെ നരകങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താ? വർണ്ണനയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാവും, ഭീതിയുണ്ട് നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ നമ്മൾ വീട്ടിൽ കഴുകാനിട്ട പാത്രങ്ങൾ അങ്ങനെ തന്നെ വയ്ക്കുമോ? കഴുകി വൃത്തിയാക്കും അല്ലേ? ഇനി തുണിയിൽ അഴുക്ക് പുരണ്ടാൽ നന്നായിട്ട് അതിനെ ഉരച്ച് വൃത്തിയാക്കാറില്ലേ? അതുപോലെ നമ്മുടെ കർമ്മം കൊണ്ട് അശുദ്ധിപ്പെട്ട നമ്മളെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു സ്ഥലമാണെന്ത്? അത് സ്ഥായി അല്ലല്ലോ, അതിൽ സ്ഥിരമല്ലല്ലോ. ആ നരകത്തിൽ പോയി നമ്മളെ സ്വയം ശുദ്ധീകരിക്കുക. പക്ഷെ കേൾക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പേടിയായിരിക്കും നരകവർണ്ണനയൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ നമ്മളെ വിമലീകരിക്കുവാനുള്ള ഒരു ഗേഹം മാത്രമാണ് നരകം. സ്വർഗം നമ്മുടെ പുണ്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചു, നരകത്തിൽ നമ്മുടെ പാപങ്ങളൊക്കെ തീർന്ന് നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു. പിന്നെ ഒരു എള്ളിൻ്റെ അവസ്ഥ പോലും നമുക്കില്ല. നമ്മൾ എന്തായിട്ട് മാറി? വീണ്ടും ഭൂമിയിൽ അടുത്ത ശരീരം എടുക്കുവാൻ വേണ്ടി വന്നവരായിട്ട് മാറി. ഭഗവാൻ നമ്മളുടെ ആ ഗർഭാധാന സംസ്കാരത്തെക്കുറിച്ച് പോലും പറഞ്ഞ് ഇവിടെ ദേവഹൂതിക്ക് കൊടുക്കുന്നുണ്ട്. കാരണം പല ഗർഭോപനിഷത്ത് എന്ന് പറഞ്ഞ ഉപനിഷത്ത് പോലും നമുക്കുണ്ട് അല്ലേ? ഗൈനക്കോളജിസ്റ്റുകളൊക്കെ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ഭാഗമായിട്ട് തോന്നും. ശ്രീനാരായണ ഗുരുദേവൻ്റെ പിണ്ടനന്ദി എന്ന് പറയുന്നൊരു ഗ്രന്ഥം പോലും വളരെ അർത്ഥവത്തായിട്ട് ഈ ഗർഭകാലത്ത് നമ്മൾ അമ്മയുടെ വയറ്റിലൊരു തടവറയിൽ കിടക്കുന്നത് പോലെ വേദനാജനങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും കണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഭാഗം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളൊക്കെ വായിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് പിണ്ടനന്ദി എന്ന് പറയുന്നത്. രേതസ്സു തന്നെ ഇതു രക്തമോടും കലർന്ന് നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേൻ. മാതാവുമില്ല അവിടന്ന് പിതാവുമില്ലൻ താതൻ വളർത്തിയവനാണിവൻ ഇന്നു ശംഭോ. ഒരു മാംസപിണ്ഡമായിട്ട് അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ ബാഹുബലമില്ല, ബന്ധുബലമില്ല, എവിടെയാണെന്നറിയില്ല. അങ്ങനെയുള്ള ഒരു കരുവിലിരുന്ന് എത്ര കാലം കഴിച്ചു. ആ സമയത്തൊക്കെ നീ തന്നെയാണ് എന്നെ രക്ഷിച്ചത്. അതുകൊണ്ട് സ്വോഹം വസന്നപി വിഭോ ബഹുദുഃഖവാസം ഗർഭാന നിർജി ഗമിഷേ ബഹിരന്ധകൂപേ എത്രോപയാതമുപസർപ്പതി ദേവമായ മിഥ്യാമതിര്യധ്യനു സംശ്രുതി ചക്രമേതത് എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നു. ഗർഭത്തിലൊക്കെ നമ്മൾ ഋഷി തുല്യരായിരിക്കും, പൂർവജന്മസ്മൃതി നമുക്കുണ്ടാവും. ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ നമ്മൾ കിടന്ന് വശം കെടുമ്പോൾ എൻ്റെ ജന്മാന്തരങ്ങളിലൂടെയൊക്കെ നമ്മുടെ സ്മൃതി പോകും. നമ്മൾ വിചാരിക്കും ഈ മായയെ ഞാൻ ജയിക്കും, ഇനി ലോകത്ത് വന്ന് ഈ സംസാര വിഷയത്തിലൊന്നും എൻ്റെ മനസ്സ് ബന്ധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഉറച്ച തീരുമാനമെടുക്കും. അത് ഋഷിയല്ലേ നമുക്ക് പറഞ്ഞത്? ഋഷി ദർശനമല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മായയെ ജയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഋഷിവചനം നമുക്ക് അന്ന് ഉണ്ടാകുന്നു. അങ്ങനെയുള്ളൊരു ജന്മം നമുക്കുണ്ടാവുമ്പോൾ പിന്നെ ഈ ലൗകിക വ്യവഹാരങ്ങളിലൊക്കെ അകപ്പെട്ട് നമ്മുടെ മനസ്സ് പലതിനോടും ബന്ധിക്കുന്നു. പതുക്കെ ആധ്യാത്മിക സാധന കൊണ്ട് അതിനെയൊക്കെ ജയിച്ച് ഈ സംഘമൊക്കെ, ഈ വിഷയങ്ങളോടുള്ള സംഘത്തെയൊക്കെ ജയിച്ച്, പ്രത്യേകിച്ച് ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. സ്ത്രീത്വം സ്ത്രീസംഗതപ്രാപ്തോ വിത്താപത്യ ഗ്രഹപ്രദം എന്നാണ്. ഈ ഗൃഹം പോലും, ഗൃഹസ്ഥാശ്രമം പോലും ബന്ധനത്തിനുള്ളതല്ല, അത് ആശ്രമമാണ്, അത് മുക്തിക്കുള്ളതാണ്. പലപ്പോഴും സ്ത്രീകളോട് സംഘം വയ്ക്കുമ്പോൾ, സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ലിംഗത്തെയല്ല ഇവിടെ പറയുന്നത്, സ്ത്രീയോട് സംഘം വയ്ക്കുന്ന പുരുഷൻ പൂർവ്വജന്മത്തിൽ സ്ത്രീയായിരുന്നു, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അവൻ സ്ത്രീയായി ജനിക്കും. ഇപ്പോൾ പുരുഷനായി ജനിച്ചിരിക്കുന്നവരൊക്കെ സ്ത്രീ ശരീരത്തിനോട് ആസക്തി പുലർത്തിയവരായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ സംഘം ഏതിനോട് വയ്ക്കുന്നോ അതായിട്ട് നമ്മുടെ ഭാവം മാറും എന്നുള്ളതാണ്. അപ്പോൾ ആ സംഘങ്ങളെയൊക്കെ പിൻവലിച്ച് അസംഘപുരുഷനോടുള്ള ഒരു സംഘത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. അതിനുവേണ്ടി ഗൃഹസ്ഥാശ്രമം പോലും നമ്മളെ
അതിനെ ഉപയോഗിച്ച് അവിടെ നിന്ന് അവിടെ ലഭിക്കുന്ന ജ്ഞാനം തന്നെയാണ് സന്യാസാശ്രമത്തിലും നമുക്ക് ലഭിക്കുന്നത്. യഥാവായും സമാശ്രിത്യ വർത്തന്തേ സർവജന്തവ തഥാ ഗൃഹസ്ഥമാശ്രിത്യ വർത്തന്തേ ഇതരാശ്രമ എന്നാ പറയാം. വായുവിനെ ആശ്രയിച്ച് സകല ജീവജാലങ്ങളും എപ്രകാരം നിലകൊള്ളുന്നുവോ അതുപോലെ ഒരു ഗൃഹസ്ഥനെ ആശ്രയിച്ചാണ് ഒരു സന്യാസിയും ഒരു വാനപ്രസ്ഥിയും ഒരു ബ്രഹ്മചാരിയും ഒക്കെ കഴിയുന്നത്. അപ്പോൾ ഗൃഹസ്ഥൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ആധ്യാത്മിക സാധന ചെയ്യുന്ന ഒരാളായിട്ട് മാറണം. അപ്പോൾ ഗൃഹാന്തകൂപത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന എല്ലാ സ്ത്രീകളെയും എല്ലാ ആളുകളെയും മുൻനിർത്തിക്കൊണ്ട് ദേവഹൂതിക്ക് ഈ തത്വം കപിലോപദേശം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലെ സകല ബന്ധനങ്ങളിൽ നിന്നും മുക്തയായിട്ട് മാറാൻ അവർക്ക് സാധിച്ചു കപില ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി. അതുപോലെ ഭഗവാനെ നമുക്കും ശരണാഗതി ചെയ്യാം. ഈ മഹാസന്നിധിയിൽ സത്രസമിതി ഇങ്ങനെയൊരു വേദി തന്ന് അനുഗ്രഹിച്ചതിന് അവരോട് അകൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഇത്രയും നേരം പ്രഭാഷണം ശ്രവിച്ചിവിടെ ഇരുന്ന എല്ലാവരെയും ഭഗവാനായി നമസ്കരിച്ചുകൊണ്ടും നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി ചേച്ചി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമസ്കാരം ചേച്ചി.